Good morning. Good morning. Morning, ma'am. Good morning. Good Okay, morning, ma'am. Vivicho. Good morning, ma'am. Good morning. Good morning. Okay, Good morning, Vivesh. ma'am. Fine. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. ഓക്കെ, കുറെ പേരുകളൊക്കെ കാണുന്നുണ്ട്. കുറെ പേരുകൾ കേട്ട പേരുകളും കേൾക്കാത്ത പേരുകളും ഉണ്ട്. ഓക്കെ, എന്റെ പേര് ജിഷ എന്നാണ്. നിങ്ങൾക്ക് എന്റെ പ്രൊഫൈലിൽ കാണാൻ പറ്റും. അതാണ് എന്റെ പേര്. സോ ഈ പ്രൊഫൈലിൽ കാണുന്നതൊക്കെ നിങ്ങളുടെ പേര് തന്നെയാണെന്ന് വിചാരിക്കണം. നമ്മളെല്ലാം പല ഭാഗത്തു നിന്നാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാമോ? നമുക്കൊരു ചുമ്മാ ഒരു കുഞ്ഞു റൂള് വെക്കാം. ഒരാൾ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർ മ്യൂട്ട് ആവുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനും മ്യൂട്ട് ആവാം. ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഓരോരുത്തർക്കും മ്യൂട്ട് ആവാം. ഓക്കെ അല്ലേ? ഓൺലൈൻ ആയതിന്റെ ഒരു പ്രശ്നം കേട്ടോ. നമുക്ക് നേരിട്ടാണെങ്കിൽ നമുക്ക് പ്രശ്നം അത് അത്ര വലിയ പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് പല പല ഡിസ്റ്റർബൻസ് വരും. നമ്മളെല്ലാവരും നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നിന്നാണ് ഇരിക്കുന്നത്. നമ്മുടെ പ്രൈവസി മാറ്റേഴ്സ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിലാരോടെങ്കിലും സംസാരിക്കുന്നതൊക്കെ ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ കേൾക്കും. ഓക്കെ, സോ പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. ഓക്കെ ഫൈൻ. വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ചെറിയ ചെറിയ മഴയൊക്കെ ഉണ്ട് ഇവിടെ. അവിടെയും അങ്ങനെ വിചാരിക്കുന്നു. ഞാൻ നോർത്ത് പറവൂര് നന്ദ്യാട്ടുകുന്നം എന്ന സ്ഥലത്ത് എന്റെ വീട്ടിൽ നിന്നാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓഫീസ് പറവൂരാണ്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിനടുത്ത് തന്നെ ഒരു 3 കിലോമീറ്റേഴ്സ് മാറിയിട്ട് പാലിയം എന്ന സ്ഥലത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് കൂടാതെ പല സ്ഥലങ്ങളിലും ഓഫീസുകൾ വേറെ ഉണ്ട്. അപ്പോ ഞാൻ ഒരാളായിരിക്കും, അല്ലെങ്കിൽ എന്നെ പോലെ വേറെ ടീച്ചർമാര് വരും നിങ്ങളോട് ക്ലാസ് എടുക്കാനും സംസാരിക്കാനും. ബട്ട് ആ 2, 3, 4 പേര് മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ പുറകിൽ വലിയൊരു സപ്പോർട്ടായിട്ട് ടെക്നിക്കൽ ടീം, അക്കാദമിക് ടീം, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ, അതുപോലെ തന്നെ PROs, നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള PROs എല്ലാവരും കാണും. നിങ്ങൾക്ക് എന്തൊക്കെ ക്വറീസ്, എന്തൊക്കെ ഡൗട്ട്സ്, എന്തൊക്കെ ക്ലാരിഫിക്കേഷൻ ഉണ്ടോ, ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡിയാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട്. സോ ഇതിൽ ടീച്ചർമാരുണ്ടെന്ന് എനിക്കറിയാം. അല്ലാതെ വേറെ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും. ചിലപ്പോൾ പാരലലി വേറെ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. സോ ഓൾ ആർ ഈക്വൽ ആൻഡ് ഓൾ ആർ വെൽക്കം. ഞാനും നിങ്ങളും ഒന്ന് തന്നെയാണ്. ഞാൻ ഒരു പടി മുകളിലല്ല. നമ്മളെല്ലാവരും ഈക്വൽ ആയിട്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ ഇരുന്നാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറയാം. ഇതൊരു സബ്ജക്ട് കാണാതെ പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾ കുറെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ഇമ്പോസിഷൻ എഴുതി അങ്ങനെയൊന്നും ഉള്ള എക്സാം അല്ല നമ്മളുടെ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെല്ലാവരും എന്ത് തന്നെയായാലും 10th പാസ്സായവരാണല്ലേ? എല്ലാവരും SLC കഴിഞ്ഞവർ തന്നെയാണ്. അതിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടായിരിക്കും. എന്നാലും നമ്മുടെ ബേസ് എഡ്യൂക്കേഷൻ SLC പാസ്, അല്ലെങ്കിൽ CBSE 10th, ഏത് ബോർഡാണെങ്കിലും 10th പാസ്സാണ്. ഞാൻ 1994 എന്റെ 10th ക്ലാസ് കഴിഞ്ഞത്. ഞാൻ മലയാളം മീഡിയം SLC ആയിരുന്നു. എന്റെ അടുത്ത് സെയിം ക്വസ്റ്റ്യൻ, അന്ന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മോർ ദാൻ 90% മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ കയ്യിൽ തന്നിട്ട് പരീക്ഷ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഫെയിൽ ആകും. ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിന് 1 or 2 സബ്ജക്റ്റ് ചിലപ്പോൾ പാസ് ആയെന്നിരിക്കും. പക്ഷെ ഞാൻ അന്ന് സ്കോർ ചെയ്ത മാർക്ക് എനിക്ക് ഇന്ന് ഒരിക്കലും ഒരു കാരണവശാലും കിട്ടില്ല. എന്തുകൊണ്ടാ? ആരെങ്കിലും ഒന്ന് പറയാം. നിങ്ങൾക്ക് കിട്ടോ? കേട്ടോ, നല്ല മിടുക്കികളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ എന്റെ കാര്യം പറയാം, എന്റെ അവസ്ഥ പറയാ. ഞാൻ ഫെയിൽ ആവോ എന്നുള്ള പേടിയായിരിക്കും എനിക്ക് ആ സമയത്ത്. നമ്മൾ അന്ന് ചെയ്തത് എന്തായിരുന്നു? ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, അതെ, ബൈഹാർട്ട് പഠിക്കുന്നു. പലതും നമ്മൾ ബൈഹാർട്ട് പഠിക്കും. കുറെ ചെയ്ത് അതേ പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ മാത്സ് ഒക്കെ ആണെങ്കിൽ അതേ വരുമ്പോൾ അത് തന്നെ അങ്ങ് എഴുതി വെക്കുന്നു അല്ലെ? പിന്നെ കുറച്ചു പേർക്ക് അവരവരുടെ കുട്ടികളെ ഇപ്പൊ പഠിപ്പിക്കുന്നോണ്ട്, അല്ലെങ്കിൽ ട്യൂഷൻസ് എടുക്കുന്നോണ്ട് മേ ബി അവർക്ക് പറ്റുമായിരിക്കും. അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മളുടെ ഈ ഒരു കോഴ്സ്, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്, MTTC എന്ന് പറയുന്നത് ഒരിക്കലും അതുപോലെ പഠിക്കേണ്ട ഒരു കോഴ്സ് അല്ല. നമ്മൾ നമ്മുടെ ലൈഫിലേക്ക്, നമ്മളുടെ ചുറ്റുമുള്ള മറ്റുള്ളവരിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഞാൻ നിങ്ങളിൽ നിന്നും കുറേ പഠിക്കും. അപ്പോഴാണ് ഞാൻ അപ്ഗ്രേഡ് ആവുള്ളൂ.
അങ്ങനെ നമ്മൾ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് പുതുമയുള്ളതായിരിക്കും. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ വളർന്നുകൊണ്ടിരിക്കും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ രീതികൾ മാറും. വീട്ടിലുള്ളവർ തന്നെ ആലോചിക്കും, അയ്യോ ഇത് എന്ത് പറ്റി. കഴിഞ്ഞ ദിവസം ഒരു ബാച്ച്, 4th ബാച്ച് നമ്മുടെ ഇപ്പോ കോൺവെക്കേഷൻ സെറമണി കഴിഞ്ഞിറങ്ങി. കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു 4th ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഊഹിക്കാം, നിങ്ങൾ 15th ബാച്ചാണ്. അടുത്ത 2 മാസങ്ങളിലായിട്ട് 5th, 6th, 7th സർട്ടിഫിക്കറ്റ് സെറമണിക്ക് റെഡി ആയിട്ടിരിക്കുക. 5th ഓൾറെഡി കഴിഞ്ഞു, അവർക്ക് ഒരു 2 വീക്സ് കഴിയുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് സെറമണി തുടങ്ങും. 6th, 7th ഒരുമിച്ച് തന്നെ മെയിൻ എക്സാം എഴുതാൻ പോകുന്നു. വൈവ അറ്റൻഡ് ചെയ്ത് അവരും ആകും. അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബാച്ചും. അപ്പൊ കഴിഞ്ഞ ഈ 4th ബാച്ചില് ഒരു കുട്ടിയുടെ കൂടെ അതിന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, വളരെ മാറ്റം. മറ്റേത് വീട്ടില് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു അത്രേ, എന്റെ അടുത്തും കുട്ടികളുടെ അടുത്തും കാര്യമില്ലാതെയും കാര്യമുണ്ടായിട്ടും ഷൗട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഷൗട്ട് ചെയ്യലേ ഇല്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ഓരോരുത്തരും മാറുവാണ് അല്ലെ. ഇതേ കാര്യം തന്നെയായിരുന്നു എനിക്കും സംഭവിച്ചു കേട്ടോ. ഞാനൊരു 8 വർഷം മുമ്പായിരുന്നു മോണ്ടിസോറി TTCയുടെ PG ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ആ ഒരു വർഷം എനിക്കുണ്ടായിരുന്ന ചേഞ്ചസ് വളരെ കൂടുതലായിരുന്നു. വളരെ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരുന്നിരുന്ന ഞാൻ, പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണെങ്കിൽ കൂടിയും സംസാരിക്കുന്നത്. മറ്റേത് അധികം സംസാരിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവായിരുന്നു, ഇല്ല എന്ന് തന്നെ പറയാം. പരിചയപ്പെടുന്ന എല്ലാവരും പരിചയക്കാർ, നമുക്ക് ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, പരിചയക്കാർ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ആ ഒരു ബന്ധങ്ങളുടെ എന്താ പറയാ ദൃഢത കൂടി. എന്നുവെച്ചാല് ഞാൻ അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ ചെയ്യണം, അല്ലാതെ മാറി നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. ഞാനൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്. സോ എന്റെ വീട്ടില് എന്റെ ചുറ്റുപാട് ഒരാൾക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ അവിടെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾക്ക് ഞാൻ അവിടെ ഉണ്ടാകണം എന്നൊരു ചിന്ത എന്നിൽ ഉണ്ടാക്കിയത് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. എന്റെ മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അയാളെ അതുപോലെ തന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് മോണ്ടിസോറി മെത്തേഡ് കൊണ്ടാണ്. ചിലപ്പോൾ വഴക്കുണ്ടാക്കാൻ വരുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഇച്ചിരി അഹങ്കാരം പിടിച്ച ഒരാളായിരിക്കും, അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഒരു റെസ്പോൺസും ഇല്ലാത്ത ഒരാളായിരിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ എല്ലാവരും ബിഹേവിയർ കാണിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ആര് വന്നാലും അവരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതിന് കാരണം ഡെഫിനറ്റ്ലി മോണ്ടിസോറി മെത്തേഡ്. പിന്നെ ഞാൻ പഠിച്ചത് ഹോളിഡേ ബാച്ച് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് സൺഡേയും ഹോളിഡേയ്സും മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് പോയാണ് പഠിച്ചത്. മോർണിംഗ് ടു ഈവനിങ് ആയിരുന്നു സെഷൻ. അതുകൊണ്ട് എനിക്ക് ഓൺലൈനിന്റെയും പിന്നെ ഇപ്പൊ 15th ബാച്ച് വരെ ആയിരുന്നു പറഞ്ഞല്ലോ, കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങി പഠിപ്പിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഓൺലൈനിന്റെയും ഓഫ്ലൈനിന്റെയും ലിമിറ്റേഷൻസും നല്ലതുപോലെ അറിയാം. ബട്ട് ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങൾക്ക് ആ ലിമിറ്റേഷൻസും ഓവർകം ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളുടെ സ്മാർട്ട് സ്ട്രീയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനെക്കുറിച്ചൊക്കെ ബോധർ ചെയ്യേണ്ട. കൂടുതൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം ജയദേവ് സാറിനെ അറിയാലോ, നമ്മുടെ മാനേജിംഗ് പാർട്ട്ണർ സാറും സിംരാജ് എന്ന സാറുമാണ് നമ്മുടെ മാനേജിംഗ് പാർട്ട്നേഴ്സ്. നമ്മുടെ പ്രസിദ്ധ മാമാണ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ ജയദേവ് സാറ് ഒരു സെഷനിൽ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് റിലേറ്റഡ് വിത്ത് അഫിലിയേഷൻ, പിന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ, സർട്ടിഫിക്കേഷൻ, അങ്ങനെ പല കാര്യങ്ങളും സാറ് തരും. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും സാറ് തരും. പിന്നെ ആലോചിക്കുക, നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മളൊരു കോഴ്സ് പഠിച്ച് ആ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും മാത്രം കയ്യിലുണ്ടായാലാണോ ജോലി കിട്ടുക? വേറെന്താ വേണ്ടേ? നമ്മുടെ പെർഫോമൻസ്. യെസ്, ഡെഫിനറ്റ്ലി നമ്മളുടെ പെർഫോമൻസ്, നമ്മുടെ പൊട്ടൻഷ്യല് നമ്മൾ ആ സമയത്ത് പ്രസന്റ് ചെയ്യണം. അല്ലാതെ കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ നമുക്ക് ജോലി കിട്ടില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും, നമ്മൾ ചിലപ്പോ അവർക്ക് ക്യാഷ് കൊടുത്ത് ജോലി വാങ്ങുന്ന അങ്ങനെ കുറെ ജോലികൾ ആൾക്കാർ വാങ്ങാറുണ്ടല്ലേ. അതല്ല, നമ്മളുടെ കോൺഫിഡൻസോട് കൂടി നമ്മുടെ പെർഫോമൻസിലൂടെ നമ്മുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു ഇന്റർവ്യൂല്, അപ്പോഴാണ് നമുക്ക് ജോബ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടി, നമ്മളിവിടെ ഫീസ് പേ ചെയ്തു. സോ ഞാനിവിടെ ഫീസ് പേ ചെയ്ത് പഠിച്ചതാണല്ലോ, അപ്പൊ എനിക്ക് ഒരു ജോലി വാങ്ങിത്തരേണ്ടത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതലയാണെന്ന്
അങ്ങനെയാണ് നമ്മളുടെ സ്കൂള് തുടങ്ങി നമ്മൾ പോയി ചോദിക്കണം, ഞാൻ ഇവിടെ പഠിച്ചല്ലേ എനിക്കൊരു ജോലി ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് യു. നിങ്ങൾക്ക് ഞങ്ങളെ റെഫറൻസ് കൊടുക്കാം, ഓരോ കുട്ടിയെ കുറിച്ചും ഞങ്ങൾ മനസ്സിലാക്കും, റെഫറൻസ് കൊടുക്കാം. എവിടെന്നെങ്കിലും ഒരു ഇന്റർവ്യൂ നടത്തുന്ന അവർ ഞങ്ങളെ കോൾ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ പറയും ഇത് ഞങ്ങളുടെ കുട്ടികളാണ്, അവര് ഇതിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട് എന്നുള്ള രീതി പറയും. അപ്പൊ ഓൺലൈൻ കോഴ്സ് എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എങ്ങനെ ഓൺലൈനിൽ ഞങ്ങൾ ചെയ്യും? അതിന് ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്കൊരു 2 minutes തരാമോ? എനിക്ക് നല്ല ത്രോട്ട് പ്രോബ്ലവും ചുമയുണ്ട്. സോ ഞാൻ ഒരു ചെറിയൊരു ഇഞ്ചി ചതച്ച ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, ഞാൻ അതൊന്നും എടുത്തോട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ആ കാര്യത്തിൽ ഒരു വിഷമവും വേണ്ട. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിക്കാം. പിന്നെ നമ്മളുടെ ടീച്ചർമാരുടെ കോണ്ടാക്ട് നമ്പേഴ്സ് പ്രൊവൈഡ് സാധാരണ ഓഫീസിൽ ചെയ്യാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രൈവസി ഉള്ളതാണല്ലോ. സോ അവർക്കും അവരുടേതായ ലൈഫ് ഉണ്ട്. സോ അതുകൊണ്ടാണ്. ബട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ പ്രൊവൈഡ് മൈ ഫോൺ നമ്പർ. ഇപ്പോഴല്ല, ക്ലാസ് കഴിഞ്ഞ് ഒരു 1 month കഴിയുമ്പോഴേ ഞാൻ തരുള്ളൂ. ഓക്കെ. സോ പക്ഷെ വിളിച്ചാൽ എന്നെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം ക്ലാസ്സുകളിലായിരിക്കും. നിങ്ങൾക്ക് ബാക്കിയുള്ള ഡൗട്ട്സ് എല്ലാം എന്നോട് ചോദിക്കാം. അതുകൊണ്ട് ആരെ വിളിച്ചിട്ടും കിട്ടിയില്ല എന്നൊരു വിഷമം വേണ്ട. ഞാൻ മെസ്സേജിന് തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും. വിളിക്കേണ്ടതാണെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് കിടക്കാം. കുറെ പേരുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു 57 അല്ല 56 ആയിരിക്കും, കാരണം 3 പേര് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് റിജോയും രാഖിയും ഉണ്ടാവും, ഞാൻ ആണ് പിന്നെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 56 എന്ന് പറഞ്ഞത്. അത്രയും പേര് ജോയിൻ ആയിട്ടുണ്ട്, വളരെ സന്തോഷം. സോ ലേറ്റ് ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്റെ പേര് പ്രൊഫൈലിൽ കാണാം. സോ എന്താണ് മോണ്ടിസോറി കോഴ്സ്? നിങ്ങൾക്ക് എന്താ അറിയാവുന്നേ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഒരാൾ നമുക്ക് അറിയില്ല ആരാ സംസാരിക്കാൻ പോണേന്ന്. ഒരാൾ തുടങ്ങുമ്പോഴേക്കും മറ്റേ ആളും പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് മ്യൂട്ട് ചെയ്യുക, ഒരാൾ പറയുക പ്ലീസ്. എന്താ മോണ്ടിസോറി കോഴ്സ്? എന്താ നിങ്ങൾക്ക് അറിയാവുന്നേ? വൈ യു ജോയിൻഡ് ഇൻ ദിസ് കോഴ്സ്? നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്? പ്ലീസ് പറഞ്ഞു. എനിക്കറിയാം നമ്മളുടെ പാഷനാണ് ടീച്ചർ ആവുക എന്നുള്ളത്, അല്ലെ? പലപ്പോഴും ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കാരണം നമുക്ക് ടീച്ചിങ് ജോബിലേക്ക് പോകാനുള്ള ആ വഴി അടഞ്ഞിട്ടുണ്ടാവും. പല കാരണങ്ങൾ കൊണ്ട് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇത് തിരഞ്ഞെടുത്തത്, അല്ലെ? അപ്പൊ അത് നമ്മളുടെ ഒരു പാഷനാണ്. കൊച്ചുകുട്ടികളുടെ കൂടെ അവരോടുകൂടെ നമ്മളും വളരുക എന്നുള്ളത്. അതിനാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത്. ഒരു പ്യുവർ മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികളുടെ ഒരു ഏജ് സ്പാൻ, അവരുടെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയാണ്. ഈ മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ ഒരു ഡോക്ടറായിരുന്നു, ഡോക്ടർ മറിയ മോണ്ടിസോറി. അവര് ഇറ്റലിക്കാരിയായിരുന്നു. ഡോക്ടർ മറിയ മോണ്ടിസോറി ആദ്യം ഇത് നമ്മളെല്ലാം പലരെയും പോലും ടെക്നിക്കൽ സൈഡിലായിരുന്നു അവർ പഠിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി അവരുടെ ട്രാക്ക് അതല്ല എന്നുള്ളത്. അങ്ങനെ അവര് മെഡിസിൻ ഫീൽഡിലേക്ക് തിരിയുവാണ്, MBBSലേക്ക് പോയി. അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മളുടെ ഇപ്പോഴും ചില ഉൾനാടുകളിൽ ഉള്ളത് പോലെ തന്നെ, റിമോട്ട് ഏരിയയിലുള്ളത് പോലെ തന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വളരെ തടസ്സമുള്ള ഒരു സമയമായിരുന്നു. ആലോചിച്ചപ്പോ യൂറോപ്യൻ കൺട്രീസിലും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ്, അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ ഡോക്ടർ മറിയ മോണ്ടിസോറി MBBSന്, നമ്മുടെ MBBS ഇക്വലന്റ് ആയിട്ടുള്ള മെഡിക്കൽ കോഴ്സിന് ജോയിൻ ചെയ്തത്. അതിന് കാരണം മറിയ മോണ്ടിസോറിയുടെ പാരന്റ്സ് ആയിരുന്നു, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബാച്ചിൽ ആകെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുള്ളൂ, നമ്മളുടെ മറിയ. ബാക്കി മുഴുവൻ ആൺകുട്ടികളായിരുന്നു. മറിയയുടെ അടുത്ത ചലഞ്ച്.
അപ്പൊ അത്രയും ആൺകുട്ടികളുടെ കൂടെ ഒരു MBBS ചെയ്യാന്ന് നമുക്കിപ്പോ നമ്മളുടെ വീട്ടിൽ ആരും MBBS പോയിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും നമുക്കറിയാം MBBS സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനാട്ടമി ലാബിൽ അവർക്ക് കോപ്സ് ഉണ്ടാവും അല്ലെ, അതായത് ഡെഡ് ബോഡീസ് ഉണ്ടാകും, മെയിൽ ഫീമെയിൽ ഡെഡ് ബോഡീസ് ഉണ്ടാകും. ഈ ബോഡിയെ വെച്ചിട്ടാണ് ഇവർ പഠിക്കുന്നത്. അപ്പൊ ഈ ഡെഡ് ബോഡീസ് പലതും നേക്ഡ് ആയിരിക്കും. അപ്പൊ ആൺകുട്ടികളില് പെൺകുട്ടി ഒറ്റ പെൺകുട്ടിയായ മറിയ ആ ഒരു ചലഞ്ച് ഫേസ് ചെയ്തിരുന്നു. ആൺകുട്ടികൾ കളിയാക്കാൻ തുടങ്ങും മറിയ അടുത്ത് നിൽക്കുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ചലഞ്ചുകളെയൊക്കെ ഓവർകം ചെയ്തിട്ടാണ് മറിയ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ആ കോഴ്സ് കഴിഞ്ഞപ്പോ മറിയയ്ക്ക് കുട്ടികളുടെ, അതായത് നമ്മളിപ്പോ പീഡിയാട്രീഷ്യൻ എന്ന് പറയില്ലേ, കുട്ടികളുടെ ഏരിയയില് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അവർ ആ ഏരിയയിലേക്ക് തിരിയുകയാണ്. അതിനൊരു കാരണം കൂടി വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് പ്രപഞ്ചം ഓരോരുത്തരെയും ഭൂമിയിലേക്ക് അയക്കുന്നത്, യൂണിവേഴ്സ് അയക്കുന്നത് ഓരോ റോള് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറിയയുടെ റോൾ എന്താന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു ജേണി, അവരുടെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിലും. അങ്ങനെ മറിയ ഈ ഒരു കുട്ടികളുടെ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാനായ കാരണം നമുക്കറിയാം 2 ലോകമഹായുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ 2 ലോകമഹായുദ്ധങ്ങൾ 1-2 ദിവസമല്ല നീണ്ടു നിന്നത്, വർഷങ്ങളോളം നീണ്ടു നിന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു കൺട്രിക്ക് പവർ കിട്ടാൻ, എല്ലാ രാജ്യങ്ങൾക്കും മേൽ. അപ്പൊ പവറുള്ള കൺട്രിയാണ് ഈ യുദ്ധത്തിന് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ കൺട്രി, അപ്പൊ നമുക്കറിയാം ശക്തനായ ഒരാളെ കൂട്ടുപിടിച്ചാൽ എനിക്കും രക്ഷപ്പെടാൻ പറ്റുന്നു വേറെ കുറെ രാജ്യങ്ങള് ആ ഒരു കൺട്രിയുടെ കൂടെ ചേർന്നു. ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ. അപ്പൊ കുറെ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ളതായിരുന്നു വേൾഡ് വാർ. ഈ 2 വേൾഡ് വാറും മുന്നിൽ കണ്ട വ്യക്തിയാണ് നമ്മുടെ മറിയ മോണ്ടിസോറിക്ക്. ഭയങ്കര വിഷമം ഉണ്ടായി. കാരണം നമുക്കറിയാം യുദ്ധം നടന്നാൽ അത്ര സുഖകരമായ അന്തരീക്ഷം അല്ല അല്ലെ. കുറെ സ്ഥലങ്ങൾ നശിക്കും. അതിന്റെ ഇരകളാകുന്നത് വളരെ നിഷ്കളങ്കരായ മനുഷ്യരായിരിക്കും. കുട്ടികൾ അല്ലെ, ഒന്നും അറിയാത്ത കുട്ടികൾക്ക് വരെയും അപകടങ്ങൾ പറ്റും. ചില കുട്ടികൾക്ക് പാരന്റ്സിന് നഷ്ടപ്പെടും, ചിലർക്ക് മക്കളെ നഷ്ടപ്പെടും, ചിലർ അനാഥരാവും, ബാക്കി എല്ലാ ബന്ധുക്കളെയും നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ വന്നു. ഇത് കണ്ടപ്പോ മറിയയ്ക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ മറിയ വിചാരിക്കുമെന്ന്, ഇങ്ങനെ ഒരു യൂണിവേഴ്സിനെ അല്ല നമുക്ക് വേണ്ടത്. മറിയയുടെ നാട്ടിൽ മാത്രം എന്നുള്ള രീതിയിലല്ല ചെയ്തത്. നമ്മളുടെ ലോകം മുഴുവനും, ഈ വേൾഡിൽ മുഴുവനും പീസ് ആൻഡ് ഹാർമണി കൊണ്ടുവരണം. സമാധാനവും സന്തോഷത്തിന്റെ ഒരു പീക്കാണ് ഹാർമണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യത്തിലൂടെ മറിയ മുന്നോട്ട് പോവുമായിരുന്നു. അപ്പൊ മറിയയ്ക്ക് മനസ്സിലായി യുദ്ധം ചെയ്യുന്നത് എപ്പോഴും എന്താ, യൂത്ത് ആണ് അല്ലെ. അപ്പൊ നല്ലൊരു തലമുറ, യുവതലമുറയാണ് നശിച്ചു പോകുന്നത് യുദ്ധം കാരണം. അപ്പൊ യൂത്തിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാന്ന് മറിയയ്ക്ക് മനസ്സിലായി. അതായത് നമ്മൾ പറയല്ലേ കതിരിന്മേൽ പോയി വളം വെച്ചിട്ട് കാര്യമില്ലാന്ന്. നമ്മൾ റൂട്ടിൽ നിന്ന് തുടങ്ങണം, ഗ്രാസ് റൂട്ടിൽ നിന്ന് തുടങ്ങണം. അങ്ങനെയാണ് മറിയ മോണ്ടിസോറി കൊച്ചു കുട്ടികളിൽ നിന്ന് തുടങ്ങാൻ ആരംഭിച്ചത്. അതിൽ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി 3 വയസ്സ് വരെ കുട്ടികൾക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറിയാണ്. അവർക്ക് ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 3 വയസ്സിന് താഴെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? ഓർമ്മയുണ്ടെങ്കിൽ അത്രയ്ക്ക് IQ ലെവലായിരിക്കണം. ഉണ്ടോ? ഇല്ല. വയസ്സിന് ശേഷമുള്ളത് ഓർമ്മയുണ്ടോ? ചെറിയ ചെറിയ പ്രായങ്ങളിൽ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? 3 വയസ്സിന് ശേഷം ഉണ്ട് അല്ലെ. നമുക്കപ്പോ നമ്മൾ നേഴ്സറിയിൽ പോയതും ആദ്യമായി 1-ാം ക്ലാസ്സിൽ പോയിരുന്നതും മഴ നനഞ്ഞതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും ഇത്രയും പ്രായമായി പോയിട്ട്. ഓക്കെ, മറിയയ്ക്ക് മനസ്സിലായി 3 വയസ്സിന് ശേഷം ശബ്ദം കൂട്ടിയാമോ? താങ്ക് യു. 3 വയസ്സിന് ശേഷം ഇവരുടെ ഓർമ്മ ഒരു കോൺഷ്യസ് ആകുന്നു, അവരുടെ മെമ്മറി. അപ്പോ ആ 3 വയസ്സിന് ശേഷം, അതായത് 3 to 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫാസ്റ്റ് ഡെവലപ്മെന്റാ. ഇവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ബുദ്ധി, അതൊക്കെ ഭയങ്കര റോക്കറ്റ് പോലെ വളരുന്ന ഒരു സമയമാണ് 3 to 6 years. അങ്ങനെയാണ് 3 to 6 years ഉള്ള കുട്ടികൾക്ക് ഈ ഒരു കാര്യം വളരെ നന്നായിരിക്കും. അവരെ നല്ല രീതിയിൽ അബൌട്ട് സന്തോഷം, സമാധാനം, സ്നേഹം, സഹോദര്യം, ബ്രദർഹുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ പകർന്നു കൊടുത്താൽ അവർ വലുതാകുമ്പോൾ, അഡൾട്ട് ആണെന്ന് പറയില്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്, അവർ വലുതാകുമ്പോഴും അവരുടെ ഉള്ളിൽ നിറയെ ഇതായിരിക്കും സ്നേഹം, മറ്റുള്ളവരോടുള്ള സ്നേഹം, സ്വയം സ്നേഹം, മറ്റുള്ളവരോട് റെസ്പെക്ട്, സെൽഫ് റെസ്പെക്ട്, ഇതെല്ലാം ഉണ്ടാവും. സഹായിക്കുക അല്ലെ, മറ്റുള്ളവരെ മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, ഇതെല്ലാം ഇവരുടെ ഉള്ളിൽ നിറയും. അപ്പൊ ഈ 3 to 6 years
ഓക്കെ, മ്യൂട്ടായി പോയി, എന്താണെന്നറിയില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നല്ലൊരു സൊസൈറ്റിയിലേക്ക് പ്രൊഡക്റ്റീവായ കുറെ ആളുകൾ, അറിയാൻ മോണ്ടിസോറി 3 to 6 ഇയേഴ്സിലെ കുട്ടികളെ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു സമയത്ത് അവരുടെ ഡെവലപ്മെന്റ് എല്ലാ ഏരിയയിലും, ശരീരവും മനസ്സും ബുദ്ധിയും ലാംഗ്വേജും ഒക്കെ നല്ല ഡെവലപ്പ് ആകുന്ന ഒരു ടൈമാണ്. അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇമാജിനേഷൻ, ഇതെല്ലാം നല്ലപോലെ ഡെവലപ്പ് ആകും. അപ്പൊ ഈ ഒരു ടൈമില് കുട്ടികളെ നല്ലൊരു എൻവയോൺമെന്റിലൂടെ വളർത്തിക്കൊണ്ട് പോയാൽ ഈ കുട്ടികൾ വലുതാകുമ്പോൾ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവായ ആളുകളായിട്ട് മാറും. അപ്പൊ നമ്മുടെ ലോകത്ത് യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടാകില്ല. ഇതാണ് മറിയാ മോണ്ടിസോറിയുടെ എയിം. അപ്പോൾ നമ്മുടെ വേൾഡ് മുഴുവനും പീസും ഹാർമണിയും കൊണ്ടുവരിക എന്നതായിരുന്നു നമ്മുടെ മറിയാ മോണ്ടിസോറിയുടെ എയിം. അങ്ങനെ അവരാദ്യം കുറെ ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്തു. ഈ ഒരു ഏജില് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ ലാംഗ്വേജിലെ ഡെവലപ്മെന്റ് ഉണ്ടാകണം. പിന്നെ അവർ മനസ്സിലാക്കി കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആണ് സറൗണ്ടിങ്സ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇങ്ങനെ നോക്കും, ആരെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കും, കളർ കാണുമ്പോൾ വളരെ ശ്രദ്ധിക്കും, എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം കാണുമ്പോൾ ഓടിപ്പോയി അത് കിള്ളി പൊളിച്ചെടുത്തോണ്ട് വരും, എന്നിട്ടത് കടിച്ചു നോക്കും, നക്കി നോക്കും. അവരെല്ലാം ടേസ്റ്റ് ചെയ്യുന്നു, കാണുന്നു, ഫീൽ ചെയ്യുന്നു, കേൾക്കുന്നു. അങ്ങനെ ഇവരുടെ എല്ലാ സെൻസസും, എത്ര സെൻസ് ഉണ്ട് നമുക്ക്? 5 സെൻസ്. യെസ്, അവന് നമ്മളുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ ഡെവലപ്മെന്റ്. അങ്ങനെ മറിയ മോണ്ടിസോറി കുറെ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തു. പക്ഷെ മോണ്ടിസോറിക്ക് വളരെ നിർബന്ധമായിരുന്നു, ഒരിക്കലും പ്ലാസ്റ്റിക്, സിന്തറ്റിക്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കില്ല. അവരെല്ലാം നേച്ചറിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു മറിയ മോണ്ടിസോറി. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ട്, മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ ഒബ്ജക്ട്സ് ആയിരുന്നു മോണ്ടിസോറി സ്കൂളുകളിൽ, ക്ലാസ് റൂമുകളിൽ ഉണ്ടായിരുന്നത്. മറിയ മോണ്ടിസോറി ഒരിക്കലും മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവര് പറഞ്ഞത് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ അവരുടെ വീട്ടിൽ വളരുന്നു, 3 വയസ്സ് വരെയൊക്കെ അവരുടെ വീട്ടിലാണ്. പിന്നെ അവർ അംഗൻവാടികളിൽ പോകുന്നു, പ്രീ സ്കൂളിൽ പോകുന്നു, പിന്നെ സ്കൂള്, കോളേജ്, അങ്ങനെ പോകുന്നു. അതൊക്കെ അപ്പൊ ഒരു കുട്ടി വളരുന്നത് പല എൻവയോൺമെന്റുകളിലൂടെയാണ്. ഏതൊക്കെയാണത്? ഒരു കുട്ടിയുടെ വളർച്ച എവിടെ കൂടെയൊക്കെ നടക്കുന്നത്? ഏതൊക്കെ ഏരിയയിലാണ്? വീട്ടില് സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷം അംഗൻവാടി പോകുമ്പോൾ അവിടെയുള്ള കൂട്ടുകാരുമായിട്ട് എന്നാ കളിചിരികളിലൂടെയും അവരുടെ ഡെവലപ്മെന്റ് കൊടുക്കുന്നു. പിന്നെ സ്കൂളുകളിൽ നിന്ന്, പിന്നെ കോളേജ്, അങ്ങനെ. യെസ്, അതായത് വീട്ടിലെ അച്ഛനും പറഞ്ഞു ആശ. വീട്ടിലെ അച്ഛനും അമ്മയിൽ നിന്നാണ് നമ്മൾ ആദ്യം കുട്ടികൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവർ പുറത്തേക്കുള്ള പല കാഴ്ചകളും കണ്ടു, പിന്നെ സ്കൂളിലേക്കുള്ള യാത്ര, അങ്ങനെ അവിടുന്ന് പല കാര്യങ്ങളും കണ്ടു. അങ്ങനെ അവരൊരു പ്രായം വരെയും അച്ഛന്റെ അമ്മയുടെയും തണലില്. നമുക്ക് അച്ഛൻ അമ്മ എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ബാല്യത്തിലെ അത് നഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. നമുക്ക് ജനറലി പറയാം കെയർ ഗീവേഴ്സ്, അല്ലെ? അവർ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവര് കെയർ ഗീവേഴ്സ്. അത് അവരുടെ വീട്ടിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. ഫാമിലിയാണ് ഒന്നാമത്തെ ആള്. രണ്ടാമത് വരുമ്പോ സ്കൂൾ, അല്ലെ? ഇത് രണ്ടും കൂടാതെ ഒരു ഏരിയ കൂടി ഉണ്ടല്ലോ, അതേതോ? പാർക്കിൽ പോകുന്നു. യെസ് യെസ്, ഗോപി എന്തോ പറഞ്ഞല്ലോ. സൊസൈറ്റി, നമ്മുടെ സമൂഹം. മൂന്ന് എൻവയോൺമെന്റിലാണ് ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതം കടന്നു പോകുന്നത്. കുട്ടികള് വീട്ടിലാണ്, ഒരു ചെറിയ പ്രായം വരെയും വീട്ടിൽ കെയർ ഗീവേഴ്സിന്റെ തണലിൽ ജീവിക്കുന്നു. പിന്നെ സ്കൂളിൽ പോകുന്നു, അവിടെ നമ്മളെ പോലുള്ള ടീച്ചർമാർ. അത് കഴിഞ്ഞ് ഇത് രണ്ടുമല്ലാത്ത ഇടങ്ങളിലേക്ക് അവർ പോകുന്നു. അപ്പൊ കുറച്ചുകൂടെ വലുതാവുമ്പോഴായിരിക്കാം സൊസൈറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത്. ചെറിയ പ്രായത്തിൽ സൊസൈറ്റിയിൽ അവർ പോകുമ്പോൾ നമ്മുടെ കരുതൽ ഉണ്ടായിരിക്കും. പക്ഷെ വലുതാകുമ്പോൾ ഇവരുടെ സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ ഇവരുടെ ചുറ്റും പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകും, നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കി, ഗുഡ് ഈവിൾ, നല്ലത് ചീത്ത മനസ്സിലാക്കാനുള്ളത് നമ്മൾ ചെറുപ്രായത്തിലേ അവർക്ക് കൊടുക്കുന്നു. നമ്മൾ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഒക്കെ മനസ്സിലാക്കി കൊടുക്കൂലേ? അതുപോലെ ശരി തെറ്റ് എന്നുള്ളത് ഇത് മനസ്സിലാക്കാനുള്ള ഒരു അർജ അവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ ത്വര എന്ന് പറയില്ലേ,
ആ ഒരു പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. അത് നമുക്കറിയാം. നമുക്കൊരു 3 വയസ്സ് വരെയും കുഞ്ഞുങ്ങളെ പറ്റിക്കാനായിട്ട് പറ്റൂല. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അമ്പിളിമാമനെ പിടിച്ചുതരാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, അവർ വിശ്വസിക്കും. പക്ഷെ 3 വയസ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകും ശരി ഏതാണ്, ഫാക്ട് ഏതാന്ന് അവർ തിരിച്ചറിയും. അത് പറ്റില്ല, എന്നെ പറ്റിച്ചതല്ലേ എന്ന് അവര് പറയും. അപ്പൊ വലുതാകും തോറും അവര് സത്യം, നീതി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കും. അത് ശരിയായ രീതിയിൽ അവർ മനസ്സിലായി പോകുമ്പോ, കാരണം ചിലപ്പോൾ തെറ്റായ ആരെങ്കിലും സംസാരിച്ചാൽ അവർ തിരിച്ചു ചോദിക്കും, പറഞ്ഞത് ശരിയായില്ല. നമ്മുടെ കുട്ടികളോട് ചോദിക്കുന്ന കാണാറില്ലേ? അവരങ്ങനെ ചോദിക്കുന്നത് അത് നല്ല കാര്യം തന്നെയാണ്. അത് ശരിയായില്ല. അത് അമ്മയായാലും അച്ഛനായാലും മുത്തച്ഛനായാലും ഒരു തെറ്റായ കാര്യം പറയുമ്പോ, പ്രവൃത്തി കാണുമ്പോ ഒരു കുട്ടി ചൂണ്ടിക്കാണിച്ചാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേണം. മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്. തെറ്റാണ്, അവനാണ് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ വി ഷുഡ് റെസ്പെക്ട്, അല്ലെ? നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓരോ കുട്ടിയും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് കാണണം, ഓരോ പേഴ്സൺ ആയിട്ട് കാണണം. അവർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. അല്ലാതെ വേറൊരാളുടെ നിർബന്ധം അനുസരിച്ചല്ല കുഞ്ഞുങ്ങൾ വളരേണ്ടത്. നമുക്കറിയാം, ഞെക്കി പഴുപ്പിച്ച പഴങ്ങൾക്ക് മധുരം ഉണ്ടാവില്ല, താനേ പഴുക്കും. അതാണ് നമ്മൾ 3 to 6 ഇയേഴ്സിൽ ഈ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അവര് താനേ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെ? 1 വയസ്സാവാറാകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡന്റ് ആകും. ഞാൻ ചെയ്യാം, അല്ലെ? ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കഴിച്ചോളാം, ഞാൻ കുളിച്ചോളാം, ഞാൻ ഡ്രസ് ചെയ്തോളാം, ഷൂ ഇട്ട് കൊടുക്കുമ്പോ ഞാൻ ഇട്ടോളാം. ലെഫ്റ്റും റൈറ്റും ചിലപ്പോൾ തിരിച്ചിടുമായിരിക്കും, പക്ഷെ അവരുടെ കറക്റ്റ് അതായിരിക്കും. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? സോ ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇൻഡിപെൻഡൻസിനെ നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ വളർച്ച മുരടിച്ചു പോകും. ഇതാണ് മോണ്ടിസോറി ചെയ്ത കാര്യങ്ങൾ. ഇപ്പൊ മോണ്ടിസോറി ഫസ്റ്റ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്തത് ഒരു 63 വരുന്ന സ്പെഷ്യൽ കുട്ടികളിലായിരുന്നു. സ്പെഷ്യൽ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് നോർമലി കുട്ടികൾ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് പറ്റില്ല. ചില ഡിഫോമിറ്റീസ് അവർക്ക് ഉണ്ടാകും. ചിലപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ വിഷന് പ്രോബ്ലം ഉണ്ടാവും, ചിലപ്പോൾ കേൾവിക്ക് പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ ബുദ്ധിക്ക് വളർച്ച കുറവായിരിക്കും. ഈ കുട്ടികളിലാണ് ഈ മെത്തേഡ് നമ്മുടെ മറിയ അപ്ലൈ ചെയ്തത്. അവിടെ നല്ല റിസൾട്ട് ആയിരുന്നു. അപ്പൊ മറിയ മനസ്സിൽ വിചാരിച്ചു, അപ്പൊ നോർമൽ കുട്ടികളിൽ അപ്ലൈ ചെയ്താൽ അതിൽ കൂടുതൽ റിസൾട്ട് കിട്ടുമല്ലോ എന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറ്റലിയിലെ ഒരു സ്ലം ഏരിയ, ചേരി പ്രദേശം, അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ, കാരണം മറിയ ഇങ്ങനെ കുട്ടികളിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ലോക്കൽ അതോറിറ്റി, ഗവൺമെന്റ് മറിയോട് റിക്വസ്റ്റ് ചെയ്യുവാണ്, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ ഒന്ന് തുടങ്ങാമോ എന്ന് ചോദിച്ചു. കാരണം സ്ലം ഏരിയയിലെ കുട്ടികളാണ്, അവർ ഫിനാൻഷ്യലി വളരെ താഴെയാണ്. അപ്പൊ അച്ഛനും അമ്മയും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് എന്തെങ്കിലും പണിക്ക് രാവിലെ അങ്ങ് ഇറങ്ങിപ്പോ രാത്രിയാവുമ്പോഴാണ് വരുന്നത്. ഈ കുട്ടികള് ആവശ്യമില്ലാത്ത പല ആക്ടിവിറ്റീസിനും ഇടപെടും, തമ്മിൽ തല്ലും, ശരിയായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ പോഷകക്കുറവ് ശരീരത്തിനും ഉണ്ട്, മനസ്സിനും ഉണ്ട്. വയലന്റ് നേച്ചറാണ്, ഡിസ്റ്റർബിങ് ക്യാരക്ടറാണ്, ഡിസ്ട്രോയിങ് ബിഹേവിയർ ആണ്. എന്ത് കൈ കിട്ടിയാലും നശിപ്പിക്കും, വലിച്ചെറിയും, മറ്റുള്ളവരെ ഉപദ്രവിക്കും. അങ്ങനെ പിന്നെ ഒട്ടും ഹൈജീൻ അല്ല, അങ്ങനെ ഷാബിയായി മുഷിഞ്ഞ രീതിയിൽ നടക്കുന്ന കുട്ടികളായിരുന്നു. അങ്ങനെ മറിയ ആദ്യമായി തുടങ്ങിയ മോണ്ടെസോറി സ്കൂളാണ് കാസാഡെ ബാമ്പിനി. ഇറ്റാലിയൻ വേർഡ് ആണ്, അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. അവിടെ മറിയ ഒരു എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്, നമ്മൾ ക്ലാസ് റൂം എന്ന് പറയുന്ന പോലെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്. ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഈ എൻവിയോൺമെന്റിൽ ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനീഷ്യലി ഭയങ്കര ടഫായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് കുട്ടികൾ ഭയങ്കര വയലന്റ് നേച്ചർ ആയിരുന്നു, ഒരിടത്തിരുത്തിയാ ഇരിക്കില്ല, കാരണം അവരുടെ രീതി വേറെ ആയിരുന്നല്ലോ. പക്ഷെ പതുക്കെ ഇവർ ഈ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവർ വളരെ പീസ്ഫുൾ ആയിട്ട് സമാധാനമായിട്ടിരുന്ന് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഡീവിയേറ്റഡ് എന്നാണ് നമ്മൾ ആ കുട്ടികളെ പറയുന്നത്. അതായത് ഇങ്ങനെ വയലന്റ് നേച്ചർ, അഗ്രസീവ്നെസ് കാണിക്കുന്നത്, എല്ലാം നശിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ നമ്മൾ ഡീവിയേറ്റഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തും. അവരെ പല പല ആക്ടിവിറ്റീസ് ചെയ്ത് നോർമലൈസ്ഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നു. പതുക്കെ അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അവരുടെ ബുദ്ധി, ഇതിനൊക്കെ നല്ല മാറ്റങ്ങൾ വന്നു. എല്ലാവരും, ലോകം മുഴുവനും ഈ മെത്തേഡിനെ അംഗീകരിക്കുവാണ്. പലയിടങ്ങളിൽ നിന്നും മറിയയ്ക്ക് കോള് വന്നു, അവിടെ വിസിറ്റ് ചെയ്യൂ, ഇതുപോലൊരു അവിടെ സ്റ്റാർട്ട് ചെയ്യും. മറിയയ്ക്ക് മനസ്സിലായി ഈ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അതിനു വേണ്ടിയിട്ട് ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെയാണ് മോണ്ടിസോറി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് പലയിടങ്ങളിലും. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഗാന്ധിജിയുടെ സമയത്തായിരുന്നു. നമുക്കറിയാം അംഗൻവാടിയിലെ പല മെത്തേഡുകളും മോണ്ടിസോറി മെത്തേഡുകളാണ് ഇപ്പോഴും.
അപ്പൊ അന്ന് അംഗൻവാടികളിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി. അപ്പൊ അങ്ങനെ ആ ഒരു മെത്തേഡ് വന്നു. ഇനി നമുക്ക് നമ്മുടെ കോഴ്സ് കണ്ടന്റിലേക്ക് കിടക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് നടത്തുമ്പോൾ അതിനൊരു സിലബസ് ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളത് പഠിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം പറയാം. നമുക്കിവിടെ ഡിപ്ലോമ കോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ PG കോഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ട് സബ്ജക്ട്സ് ഉണ്ട്. PGക്ക് എക്സ്ട്രാ 2 പേപ്പറും കൂടി ഉണ്ടാകും, ഒരു പ്രാക്ടിക്കൽ സെഷനും ഉണ്ടാവും. നമുക്ക് തിയറി സൈഡും ഉണ്ട്, പ്രാക്ടിക്കൽ സൈഡും ഉണ്ട്. തിയറിക്ക് നമ്മൾ എക്സാം ഉണ്ടാകും, പ്രാക്ടിക്കൽ സെഷന് നമുക്ക് വൈവ ഉണ്ടാകും. പല പല ഡൗട്ട്സ് ഉണ്ടാകും, നമ്മൾ ക്ലാസ്സുകളിൽ എല്ലാം ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് അതിന്റെ സ്പ്ലിറ്റപ്പ്, സബ്ജക്റ്റിന്റെ സ്പ്ലിറ്റപ്പ് അയച്ചു തരും. അതായത് നമുക്ക് മോഡ്യൂൾ ആയിട്ടാണ് നമ്മളുടെ സിലബസിൽ കിടക്കുന്നത്. അതിന് സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 1 എന്ന് അതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ, അതിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം. മോഡ്യൂൾ 1 എന്ന് പറയുന്നത് അതിനകത്ത് അതിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 നമ്മൾ പഠിക്കുന്നത് 8 യൂണിറ്റ്സ് ഉണ്ട്. പാർട്ട് 1 അതിൽ നമ്മൾ പഠിച്ചു പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് ഹെൽത്തിനെ കുറിച്ചാണ്. ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യം. ഹെൽത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും കുട്ടികളുടെ ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെ, അവര് കുഞ്ഞു പ്രായത്തിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ട് വാക്സിനേഷൻ ഒക്കെ എടുക്കും. എന്നാലും പെട്ടെന്ന് അവർക്ക് പനി വരും, അല്ലെ, പല പല അസ്വസ്ഥതകൾ അവർക്ക് വരും. അപ്പൊ കുട്ടികൾക്ക് കോമൺ ആയിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെ പ്രിവെൻഷൻസ് നമുക്ക് എടുക്കാം, എന്തെല്ലാം പ്രിക്വേഷൻസ് എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ പാർട്ട് 1, അതായത് മോഡ്യൂൾ 1ന്റെ 1ാമത്തെ പാർട്ടിൽ വരും. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നാണ് ആ പാട്ടിന്റെ പേര്. ഓക്കെ. അപ്പൊ അതിനകത്ത് പിന്നെ അത് കൂടാതെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടുന്ന കാര്യങ്ങൾ, ചൈൽഡ് വെൽഫെയർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇനി 2ാമത്തെ പാർട്ടിൽ, അപ്പൊ 1ാമത്തെ പാർട്ടിൽ 8 യൂണിറ്റ്സേ ഉള്ളൂ. 2ാമത്തെ പാർട്ടില് കുട്ടികളുടെ വളർച്ചയും വികാസവും, അതായത് ശരീരത്തിന്റെ വളർച്ചയും മനസ്സിന്റെ വികാസവും, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ 2ാമത്തെ പാർട്ടിൽ വരും. അതിൽ 10 യൂണിറ്റ്സ് ഉണ്ട്. അത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞാണ്. അതിന് നമുക്ക് സൈക്കോളജി കൂടെ വരും. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടന്റ്. എന്തിനാ നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്? കുട്ടികളുടെ മനസ്സും അറിയാൻ വേണ്ടി, കുട്ടികളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി. അതെ അതെ. പിന്നെ കുട്ടികളുടെ 3 മുതൽ 6 വരെയുള്ള കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്. നമുക്ക് നമ്മളുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങൾ ഓരോ സോൾസ് ആണല്ലേ, എല്ലാവരും ഒരുപോലെയല്ല, ഒരു യുണീക്കാണ്, വളരെ വ്യത്യസ്തരാണ്. അവരുടെ ബിഹേവിയർ മനസ്സിലാക്കിയാലാണ് അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്, എന്ത് ആക്ടിവിറ്റി അവർക്ക് കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ കുട്ടികളെയും നമുക്ക് ഒരേ രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പല പല വ്യത്യാസങ്ങളുള്ള കുട്ടികളുണ്ട്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ലാംഗ്വേജിന് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിരിക്കും, ചിലർക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിലായിരിക്കും ആ ഒരു പൊട്ടൻഷ്യൽ. ചിലര് വായിക്കും പക്ഷെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകും, ചില പോസിറ്റീവ്നെസ്സും ഉണ്ടാകും. നല്ലൊരു കഴിവും ഉണ്ടാകും, അതുപോലെ തന്നെ അവരുടെ എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാകും. അപ്പൊ നമുക്ക് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്, അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം, അവരുടെ സ്ട്രെങ്ത് കുറച്ചുകൂടെ കൂട്ടാനും വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാനും എന്തവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സൈക്കോളജി പഠിച്ചിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ സൈക്കോളജി പാർട്ടാണ് പാർട്ട് 2 വരുന്നത്. പാർട്ട് 3 ആണ് നിങ്ങളുടെ കോർ ടോപ്പിക്, മോണ്ടിസോറി മെത്തേഡ്, ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, അതിന്റെ ആപ്ലിക്കേഷൻസ്. മോണ്ടിസോറി മെത്തേഡിന്റെ തിയറി, ആപ്ലിക്കേഷൻ, പിന്നെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, ആ ഒരു കാര്യങ്ങളാണ് പാർട്ട് 3 വരുന്നത്. 10 യൂണിറ്റ്സ് ഉണ്ട്. പാർട്ട് 4 മോഡ്യൂൾ 1ന്റെ ലാസ്റ്റ് പാർട്ട്. പാർട്ട് 4 ഒരു സ്കൂൾ എങ്ങനെയാണ്, അതിന്റെ ബിൽഡിംഗ് എങ്ങനെയാണ്, അവിടെ കുട്ടികൾക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ, അവിടുത്തെ ഓഫീസ് കാര്യങ്ങൾ, അവരുടെ എഡ്യൂക്കേഷൻ ട്രിപ്പിന് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, അവരുടെ യൂണിഫോം എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാർട്ട് 4 വരുന്നത്. പിന്നെ മോഡ്യൂൾ 2 വളരെ ഇമ്പോർട്ടൻറ്റ്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ.
നമുക്ക് ഇംഗ്ലീഷ് എടുക്കാനായിട്ട് നല്ല ഫാക്കൾട്ടി തന്നെ ഇവിടെ ഉണ്ട്. മാക്സിമം അത് യൂസ് ചെയ്യുക. കാരണം നമുക്കറിയാം നമ്മൾ ചെല്ലുന്നത് ഈ ഒരു KG സെഷൻ അല്ലെങ്കിൽ പ്രീ സ്കൂൾ അല്ലെങ്കിൽ നമ്മളൊരു സ്കൂൾ തുടങ്ങാൻ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. 3 to 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജിന്റെ ബേസ് തുടങ്ങുന്ന ടൈമാണ്. അവർക്ക് നമ്മൾ നല്ല ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. കൊച്ചുകുട്ടികളായതുകൊണ്ട് വലിയ ഗ്രാമറും വൊക്കാബുലറി ഒന്നും വേണ്ട. സിമ്പിൾ ഇംഗ്ലീഷ് നമ്മൾ തെറ്റാതെ സിമ്പിൾ ഇംഗ്ലീഷ് കറക്റ്റ് പ്രൊനൗൺസിയേഷനിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇംഗ്ലീഷിനെ കുറിച്ച് ഓർത്ത് പലർക്കും പല ടെൻഷനും ഉണ്ടാകും. അപ്പൊ നമ്മള് ക്ലാസ് മാക്സിമം യൂസ് ചെയ്യുക, ഇംഗ്ലീഷിന്റെ ക്ലാസ്. അല്ലാത്ത ക്ലാസ്സുകളിലും നമ്മൾ ട്രൈ ചെയ്യുക ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാനായിട്ട്. അത് ചെയ്താൽ അത് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ ഞങ്ങൾക്ക് കമ്പൽസറി ആയിരുന്നു ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം, മലയാളം പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പോ നമുക്ക് ഓൺലൈൻ ആണ്. നിങ്ങൾ മാക്സിമം ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നും മാക്സിമം എഫേർട്ട് എടുക്കണം. ഇവിടെ നിന്ന് നല്ല ടീച്ചേഴ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, അവരെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് മോഡ്യൂൾ 2. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് നമ്മളുടെ മോണ്ടിസോറി അപ്പാരറ്റസ് ആണ്. എന്താ പറയാ, മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചാണ് പ്രാക്ടിക്കൽസ്. ആ മോഡ്യൂൾ 3ക്ക് നമുക്ക് തിയറി എക്സാം ഇല്ല. മോഡ്യൂൾ 1നും മോഡ്യൂൾ 2നും മാത്രമാണ് തിയറി എക്സാം. അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സബ്ജക്ട്സ് ആയിട്ട്. മോഡ്യൂൾ 1ലെ പാർട്ട് 1 ഒരു സബ്ജക്ട്, പാർട്ട് 2 വേറൊരു സബ്ജക്ട്, 2ഉം 3നെയും 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 സബ്ജക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ 6 സബ്ജക്റ്റ് ആണ് മോഡ്യൂൾ 1ല്. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ഒറ്റ സബ്ജക്ട്. അപ്പൊ 7 സബ്ജക്ട്. ഈ 7 സബ്ജക്റ്റ് ആണ് PGക്കും ഡിപ്ലോമയ്ക്കും കോമൺ ആയിട്ടുള്ള സബ്ജക്ട്. പിന്നെ മോഡ്യൂൾ 3 പ്രാക്ടിക്കൽസ് 2 പേർക്കും കോമൺ ആണ്. വൈവ വരുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ PGക്കാർക്ക് അഡീഷണൽ 2 സബ്ജക്റ്റും കൂടി ഉണ്ട്. അത് മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം ആണ്. ഒന്ന് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, രണ്ടാമത്തത് സ്കൂൾ പാർട്ട്ണർഷിപ്സ്. അതായത് ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, കണക്ഷൻ ഉണ്ട്, പാരന്റ്സ് ആയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് പോകുന്ന കാര്യങ്ങൾ. അതാണ് 2 സബ്ജക്ട് എക്സ്ട്രാ PGക്കാർക്ക് വരുന്നത്. മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം 2 സബ്ജക്റ്റ് ആയിട്ടാണ്. കൂടാതെ പ്രാക്ടിക്കൽ സെഷനിൽ അവർക്കൊരു സെമിനാർ ഉണ്ടായിരിക്കും. ഒരു ടോപ്പിക്, ആ മോഡ്യൂൾ 4ഉം 5ഉം റിലേറ്റഡ് ഒരു ടോപ്പിക് എടുത്തിട്ട് സെമിനാർ പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ചിലർക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, റെക്കോർഡ് ക്ലാസ് അല്ലേ ഉള്ളൂ, നോ പ്രോബ്ലം. നിങ്ങൾ അതിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെച്ചാൽ മതി. വൈവ സമയത്ത് അതൊന്ന് ബ്രീഫ് ചെയ്യും, ഒരു 2 minutes. അതൊക്കെ ഇനി വരുന്ന കാര്യങ്ങളാ, അതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴൊന്നും ബോധർ ചെയ്യണ്ട. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അതിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് മാക്സിമം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സഫിയ എന്തെങ്കിലും പറയാനാണോ? ഓക്കെ, ആക്ടിവിറ്റീസ് കുറെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അസൈൻമെന്റ് എഴുതേണ്ടതുണ്ട്, കുറെ മെറ്റീരിയൽസ് ഉണ്ടാക്കേണ്ടതുണ്ട്, റെക്കോർഡുകൾ ഉണ്ട്. നമുക്ക് 5 റെക്കോർഡ് നമ്മൾ എഴുതണം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇനീഷ്യലി ഓരോന്നും ഓരോ ടൈമിൽ തരും. അപ്പൊ ചെയ്യേണ്ട കാര്യം ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതെ, പെൻഡിങ് ആക്കി വെക്കാതെ ടൈംലി അത് കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുമ്പോൾ നമുക്കറിയില്ല, നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയിൽ ജീവിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചതെല്ലാം കുളമാകും. അപ്പൊ ലാസ്റ്റ് കുട്ടികൾക്ക് ഒരു വർക്ക് കൊടുത്താൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ചോദിക്കില്ലേ, നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞോ എന്ന് ചോദിക്കില്ലേ? അവര് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അപ്പൊ കുട്ടികളെ കൊണ്ട് നമ്മൾക്ക് ചെയ്യിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ചെയ്യണം അല്ലെ? നമ്മൾ റോൾ മോഡൽസ് ആയിരിക്കണം. ദിവസവും നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ, ക്ലാസ് ഉള്ള ദിവസം അന്നന്ന് ഒരു 30 minutes നമ്മുടെ അന്നത്തെ ക്ലാസ്സിന്റെ കാര്യങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമാണ്. ഇനി അത് പറ്റുന്നില്ല, ജോലിക്ക് പോണവരാണ്, വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, വീക്കെൻഡ്സിൽ ഒരു 1 hour മാറ്റി വെച്ച് വീട്ടിലെ കുട്ടികളും എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് ഓരോന്ന് തരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടാവും. ക്ലാസ്സിൽ വരുന്നവർ അവർ ചെയ്ത കാര്യങ്ങളൊന്ന് കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകും. ബട്ട് അതിന്റെ അർത്ഥം ഒരാൾ ചെയ്തത് കോപ്പി ചെയ്ത് വെക്കണം എന്നല്ല. നമ്മളുടെ രീതി, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി വരണം. നമ്മൾ ചെയ്തത് വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ BEd കഴിഞ്ഞവരുണ്ടായിരുന്നു മോണ്ടിസോറി പഠിക്കാനായിട്ട്.
B.Ed എങ്ങനെയാന്ന് വെച്ചാൽ ഒരാൾ ചെയ്തത് തന്നെ വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കുറയ്ക്കും അത്രേ. അപ്പൊ അത് ഒരു പ്രശ്നം വന്നു. ഒരു കുട്ടി ചെയ്തതുപോലെ തന്നെ വേറൊരു കുട്ടി ചെയ്തു. അപ്പൊ അവര് തമ്മിൽ ചെറിയൊരു ഇഷ്യൂ. അതൊന്നും ഒരു പ്രോബ്ലം അല്ല. നമുക്ക് ഗൂഗിൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും കാണുന്നത് ഒരേ സാധനം തന്നെയല്ലേ. നമുക്ക് ഗൂഗിളും AI ഒക്കെ റെഫർ ചെയ്യാം. പക്ഷെ നമ്മളുടെ ഒരു ടച്ചും കൂടെ അതിനകത്ത് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നമ്മള് കുക്ക് ചെയ്യുമ്പോ അല്ലെ, നമ്മൾ പറയില്ലേ അമ്മ ഉണ്ടാക്കുന്ന അതേ കറി തന്നെ നമ്മൾ വെക്കുമ്പോ അമ്മ ഉണ്ടാക്കുന്നതിന് വേറൊരു ടേസ്റ്റ്, നമ്മൾ ഉണ്ടാക്കുന്നതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഓരോരുത്തരുടെയും അവരുടേതായ ഒരു ടച്ച് അവരിലേക്ക് ചേർക്കും. ഒരു ടിപ്പ് അത് അവരുടെ ഒരു കൂട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വേറൊരാളെ കോപ്പി ചെയ്യാൻ നമ്മൾ നോക്കാറില്ല. നമ്മളുടെ ഒരു രീതി അതിനകത്ത് കൊണ്ടുവരും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം സഹായിക്കുക. അതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അല്ലാതെ ഒരാൾ ചെയ്യുന്ന വേറൊരാളെ കാണിക്കില്ല എന്നല്ല. ഈ കാണിച്ചു കണ്ടു എന്ന് കാണുമ്പോൾ അത് അങ്ങനെ കോപ്പി ചെയ്യല്ല, നമ്മള് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇവിടെ വരുന്നത്. മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകതയാണ് മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പരം സഹായിക്കുക, റെസിപ്രോക്കൽ ഹെൽപ്പ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചിന്തിക്കും അല്ലെ. എന്നെ ഒരാളെ സഹായിച്ചാൽ എപ്പോഴും എനിക്ക് ജീവനുള്ള കാലത്തോളം, എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം എന്റെ മനസ്സിലത് ഉണ്ടാവണം അല്ലെ. അപ്പൊ തിരിച്ച് ചിലപ്പോ അയാൾക്ക് തന്നെ എനിക്ക് ആ സഹായം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ വേറൊരാള് നീഡിയായിട്ടുള്ള ഒരാള്, സഹായം ആവശ്യമുള്ള ഒരാള് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വരണം, എനിക്കൊരു ആവശ്യം വന്നപ്പോ ഒരാൾ എന്നെ സഹായിച്ചു. സോ ഞാൻ വേറൊരാൾക്ക് ആവശ്യം വന്നപ്പോ ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്യണം. ആ കാശ് കൊടുത്തുള്ള സഹായം ഒന്നും കേട്ടോ, അതൊരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം അത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ നമ്മള് സുഖമില്ലാതെ നമ്മളെല്ലാരും കൂടെ കളക്ട് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യില്ലേ. അതല്ല, അല്ലാതെ അയാളെ എന്ത് കാര്യമാണോ അയാൾക്ക് ചെയ്യേണ്ടത് അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുക. അതാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഓരോ ക്ലാസ്സിൽ നിന്നും. ഈ ഒരു ഓറിയന്റേഷൻ സെഷനിലൂടെ വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു പ്ലീസ്. ഇംഗ്ലീഷിലായിരിക്കോ ഫുള്ള് ക്വസ്റ്റ്യൻ വരുന്നത്, മലയാളം ഉണ്ടാവില്ല? സഫിയ, അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ശരിക്കും മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ്. ബട്ട് നോ പ്രോബ്ലം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് പാരലലി ഇംഗ്ലീഷ് ക്ലാസ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം ഞാൻ ഇത് ഉറപ്പ് പറയാൻ കാരണം, കഴിഞ്ഞ കോൺവെക്കേഷന് വന്ന് ഒരു മലപ്പുറത്ത് നിന്നുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണക്കാരാണ്, വിദ്യാഭ്യാസം പാതി വഴിക്ക് പോയി. വിദ്യാഭ്യാസം പാതി വഴിക്ക് പോയി എന്ന് പറഞ്ഞാൽ 10th പാസ്സായിട്ടില്ലായിരുന്നു. അത് തുല്യതാ പരീക്ഷയിലൂടെ 10th പാസ്സായി, തുല്യതാ പരീക്ഷയിലൂടെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം 39ാമത്തെ വയസ്സിലാണ് മോണ്ടിസോറി ക്ലാസ്സിന് വരുന്നത്. ക്ലാസ്സിന് വരുമ്പോ ഞങ്ങള് ക്ലാസ്സില് പോർഷൻസ് പാരഗ്രാഫ് ആയിട്ട് വായിപ്പിക്കും. ഈ കുട്ടിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇംഗ്ലീഷാണല്ലോ, വായിക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഓരോ അക്ഷരവും പെറുക്കിയാണ് എനിക്കിപ്പോ പേര് പറയുന്നതിൽ എനിക്ക് അഭിമാനമുള്ളൂ ഷെരീഫ വായിച്ചത്. അങ്ങനെ ഒരു 1 month കഴിഞ്ഞപ്പോ ഷെരീഫ ഇംഗ്ലീഷ് മീനിങ് അറിഞ്ഞിട്ടല്ല, ഇംഗ്ലീഷ് വായിക്കുന്നത് കേൾക്കണം, ഭയങ്കര ഫ്രീ ഫ്ലോയില് നല്ല അക്ഷരസ്ഫുടയോടുകൂടി ഷെരീഫ് വായിക്കാൻ തുടങ്ങി. കാരണം ആ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളും നല്ല പോലെ സപ്പോർട്ട് ചെയ്തു. ഷെരീഫ് പിന്നെ ഇംഗ്ലീഷ് വായിക്കുന്ന കേട്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഓരോ സെന്റൻസും ഓരോ വാക്കും. ആ ഷെരീഫ കഴിഞ്ഞ ദിവസം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നത് ഷെരീഫയുടെ ഉമ്മയോട് കൂടി 4 മക്കളുണ്ട്, അവരുടെ ഒപ്പം ഷെരീഫയെ പഠിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ബ്രദറിന്റെ ഒപ്പമാണ് വന്നത്. ഷെരീഫ് വന്ന് എന്നോട് പറഞ്ഞതെന്നറിയോ, എനിക്കൊരു സ്കൂളില് ജോലി കിട്ടി. ഷെരീഫയ്ക്ക് ജോലി കിട്ടിയിട്ട് ഷെരീഫ് വണ്ടിയൊക്കെ ഓടിക്കും കേട്ടോ, സ്കൂട്ടറൊക്കെ ഓടിക്കും. ഒരു സ്കൂളില് ജോലി കിട്ടി. എനിക്ക് അവിടെ ജോലി കിട്ടാൻ കാരണം ഞാൻ ഇത് പഠിച്ചത് കൊണ്ടാണ്. ഇംഗ്ലീഷ് ഒട്ടും വായിക്കാൻ അറിയാത്ത ഷെരീഫയാണ് നല്ല പോലെ ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങിയത്. പിന്നെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ സിറ്റുവേഷനിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ വീട്ടിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടോ, അവരോട് സംസാരിക്കൂ ഇംഗ്ലീഷ്. അവർക്കും അവര് സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 1. അപ്പൊ നല്ല എളുപ്പമായി. കാരണം എനിക്ക് തോന്നുന്നു വലിയ മക്കളോട് സംസാരിക്കുമ്പോൾ അവര് നമ്മളൊരുമാതിരി കളിയാണ് അല്ലെ. ഈ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുമ്പോ അവരും തിരിച്ച് സംസാരിക്കും. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും മക്കള് ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ സഫിയ? അല്ല, മലയാളം മീഡിയം.
LKG ഇംഗ്ലീഷ് തന്നെ. ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടല്ലോ അവര്. അപ്പൊ അവർക്കും അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകാനായിട്ട് പറ്റും, നമ്മൾക്കും പറ്റും. നമ്മൾ കുഞ്ഞു സിമ്പിൾ കാര്യങ്ങള്, ഏതെങ്കിലും ഒരു പാത്രം, ടേക്ക് ദാറ്റ് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഭയങ്കര മീനിങ് ഫുൾ ഒന്നും വേണമെന്നില്ല. ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ നമ്മുടെ സെന്റൻസ് നല്ല സ്ട്രക്ചറിലാവും. അപ്പൊ അവർക്കും കിട്ടും, നമുക്കും കിട്ടും. ആര് കളിയാക്കിയാലും അതൊന്നും ശ്രദ്ധിക്കേണ്ട, കുഞ്ഞുമക്കൾ എന്തായാലും കളിയാക്കില്ല. അത്രയും അവരുടെ ഹാർട്ട് നല്ല പ്യുവറാ. അപ്പൊ നമുക്ക് ക്ലാസ്സിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് കുറച്ചുകൂടെ ടൈം അനുവദിക്കാനായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ക്ലാസ്സേ ആഴ്ചയിൽ കിട്ടുന്നുള്ളൂ, അത് കൂട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ക്ലാസ്. മറ്റു സബ്ജക്ട് നമുക്ക് അത്രയും ക്ലാസ് വേണമെന്നില്ല, പക്ഷെ ഇംഗ്ലീഷ് അധികം ടൈം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാക്സിമം ക്ലാസ്സിൽ ക്ലാസ്സിൽ കയറിയാലാണ് നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടുള്ളൂ. ജോലി ഉണ്ടോ സഫിക്ക്? ഇല്ല, ജോലിയൊന്നുമില്ല, വീട്ടില്. അപ്പൊ എന്തായാലും ലൈവ് ക്ലാസ്സിൽ കയറും. ഒന്നരക്കായിരിക്കും നിങ്ങളുടെ ടൈം. കൺഫേം ആയിട്ട് മെസ്സേജ് വരും ഗ്രൂപ്പില്. കയറി ക്ലാസ്സിൽ നല്ലപോലെ സംസാരിക്കും. വായിപ്പിക്കാൻ പറയുമ്പോ വായിക്കും, നല്ലപോലെ വായിക്കും. കാരണം ഞാൻ ഷെരീഫെ ഞാൻ ഹൃദയം കൊണ്ട് പറയുവാണ്, അത്രയും ഷെരീഫ കൊറേ ആയില്ലേ അല്ല ഇങ്ങനെ മറന്ന് അങ്ങനെ. മനസ്സിലായി. നമ്മള് ചില ആക്ടിവിറ്റീസ് ഒക്കെ തരും ഇംഗ്ലീഷിന്റെ, കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ്. അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് ശരിയാവും. നമ്മൾ ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നമാണ് നമുക്കത് ശരിയാവാത്തത്. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് പെർഫെക്റ്റാ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജുമാണ് ഇംഗ്ലീഷ്. മലയാളം എന്താറിയോ, പെട്ടെന്ന് ഇതായോണ്ട് പിന്നെ അതിന്റെ ഇതിലൊക്കെ പോയിട്ടില്ലല്ലോ. പിന്നെ ഇപ്പം പിന്നെ കുട്ടികളെ അയക്കാൻ തുടങ്ങിയോണ്ട് ആ ഒരു ഇതിലെത്തി ക്ലാസ്. എന്തായാലും ക്ലാസ്സിൽ വരും, നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ചോദിച്ചത്? ശരി ടീച്ചറെ, നമുക്കിപ്പോ ഈ ക്ലാസ് ഓൺലൈനായിട്ട് നമ്മൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് സെയിം ആയിട്ട് തന്നെയാണോ നമുക്ക് പിന്നീടുള്ള ടൈമിന് കാണാൻ പറ്റുന്നത്? എങ്ങനെയാണോന്നും ക്ലിയർ മനസ്സിലാക്കുക? തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിംഗ് ഉണ്ട്. സെയിം ക്ലാസ്, അതായത് ഇപ്പൊ നമ്മൾ ഈ ഓറിയന്റേഷൻ സെഷൻ ഇപ്പൊ ചെയ്യുന്നില്ലേ, ഇതിന്റെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഫ്രം ദ ബിഗിനിങ്. ആ 1 hour റെക്കോർഡ്, എത്ര നേരം ക്ലാസ് എടുക്കുന്നു അത്രയും റെക്കോർഡ് സെഷൻ ഉണ്ടാകും. അപ്പൊ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ മോർണിംഗ് തന്നെ നമ്മുടെ ടെക്നിക്കൽ ടീം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അവരത് ശ്രദ്ധിക്കും. അത് നിങ്ങൾക്ക് കാണാൻ നമുക്ക് അതായത് ആയിട്ട് കൂടുതൽ വർക്കിംഗ് വുമൻസ് ആണ് കൂടുതൽ ഉണ്ടെന്ന് അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അതായത് 8 to 9 അങ്ങനെ നമുക്ക് നൈറ്റ് സെഷന്റെ ടീച്ചർമാർ വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താന്ന് വെച്ചാലേ ഞാൻ മാത്രമാണ് വീട്ടിലിരുന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നൈറ്റ് സെഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റ് ടീച്ചർമാർക്ക് രാത്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരേണ്ട വരും ക്ലാസ് എടുക്കാനായിട്ട്. നമ്മള് PGയുടെ മാത്രം അങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ റിക്വസ്റ്റ് കാരണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം അതിനുവേണ്ടി അവരും വരും. പിന്നെ നമ്മളുടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് റിജോ ഉണ്ട്. റിജോ അവർക്ക് കൂട്ട് അവിടെ വന്നിരിക്കണം. കാരണം വെച്ചാൽ ഈ സിസ്റ്റം ഓൺ ചെയ്യാനും ടെക്നിക്കലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനും. അപ്പൊ നമുക്ക് എവരി ഡേ, ഞാൻ ഒഴിച്ച് ബാക്കി ടീച്ചർമാരെല്ലാം വളരെ യങ്ങാണ്. എന്റെ മക്കള് നല്ല വലുതായി, +2 കഴിഞ്ഞു, 9th കുട്ടികളാണ്. മറ്റേതൊക്കെ കുഞ്ഞു ബേബീസ് ഉള്ളവരാ. അപ്പൊ അവർക്ക് ആ ഒരു ടൈമിലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ല സ്ട്രഗിൾ ആയിരിക്കും. പിന്നെ എല്ലാ ദിവസവും എന്നെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും എല്ലാ ദിവസവും ചിലപ്പോൾ ക്ലാസ് അങ്ങനെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ചില സ്പെഷ്യൽ കേസസിൽ നമ്മൾ ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ബോധയുണ്ട് ശരി. കാരണം എന്താ വെച്ചാൽ നമുക്ക് മോഡ്യൂൾ 1 കഴിഞ്ഞ് എക്സാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ മെയിൻ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ഒരു 1.5 to 2 hours നൈറ്റില് എന്റെ സെഷൻ ഉണ്ടാവും. ഫൈനൽ എക്സാമിന്റെ സമയത്താണ് ഒരു റിഫ്രഷിംഗ് സെഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഇത്രയും റെക്കോർഡ് കണ്ടിട്ട് നമ്മൾ കറക്റ്റ് റെക്കോർഡ് ക്ലാസ് കണ്ടുപോകുമ്പോ നമ്മൾ കുറച്ചുകൂടെ ലൈവ് ആകും. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രൂപ്പ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ, അവിടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. കുട്ടികളെ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സിൽ കയറുന്ന കുട്ടികള് അന്നത്തെ ദിവസത്തെ ക്ലാസ്സിന്റെ ഒരു ബ്രീഫിംഗ് അവരുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഇടും. അങ്ങനെയൊക്കെയുള്ള മ്യൂച്വൽ ഹെൽപ്പ് ഒക്കെ ഉണ്ട് അവിടെ.
അങ്ങനെയാണ് മറ്റു ബാച്ചിലെ കുട്ടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതാവുമ്പോ നമുക്ക് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിലും വലിയ വിഷമം തോന്നില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസം, ഒരു ബ്രീഫിംഗ് കിട്ടും. എന്നിട്ട് അതിനനുസരിച്ച് റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ വർക്കിംഗ് വുമൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കിച്ചണിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് അത് തന്നെ അവർക്ക് ഭയങ്കര എഫക്റ്റ് ആയി എന്നാ പറഞ്ഞത്. അപ്പൊ അവരുടെ ലൈഫ് പാർട്ട്നേഴ്സ് പറയുക, ഞങ്ങൾ ജോലിക്ക് പോകാൻ റെഡി ആകുമ്പോ ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ മാമിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടോണ്ടിരിക്കണേന്ന് ദിവസം അവരിങ്ങനെ പറയുമായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം കോൺവെക്കേഷൻ വന്നപ്പോ പറഞ്ഞ കാര്യമാണ്. ഞാൻ മാമിന്റെ ക്ലാസ് കേട്ട് ഞാൻ ആലോചിക്കുവായിരുന്നു, ലീവ് എടുത്തതാ. ഈ ആഴ്ച ഒരു 3 ലീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, എനിക്ക് ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ട്. പക്ഷെ ഞാൻ നേവൽ ബേസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എറണാകുളം. അപ്പൊ എനിക്ക് യാത്രയുടെ പ്രോബ്ലം കാരണമാണ് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് കോൺട്രാക്ട് ബേസിലാണ് കയറിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് യാത്ര ഇവിടെ പറ്റുന്നില്ല. നമ്മള് പൂച്ചാക്കൽ പാണാവളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പോകുന്നത്. അപ്പൊ അമ്മയും അവിടെ സിവിലിയൻ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അമ്മയുടെ കൂടെ പോവും വരും. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും പറഞ്ഞു, നീ ഈ കോഴ്സ് ചെയ്ത്, എനിക്കാണെങ്കിൽ ഞാൻ അംഗനവാടി ടീച്ചറായിട്ട് 2 വർഷം വർക്ക് ചെയ്തതായിരുന്നു. ആ എക്സ്പീരിയൻസ് ഒരു വർഷം, അതായത് ആ കോവിഡിന്റെ ടൈമിനും 2 ടൈമായിട്ട് ഞാൻ കയറിയായിരുന്നു. പിന്നെ അതിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി. അതിൽ NTTCയുടെ സർട്ടിഫിക്കറ്റ് അവർ ചോദിച്ചു, അതെനിക്കില്ല. ബാക്കി കുറച്ച് ബാക്കിലായിട്ടാണ് റാങ്കിൽ കിടക്കുന്നത്. അപ്പൊ എനിക്ക് എന്തുകൊണ്ടും എനിക്ക് ചെറിയ പിള്ളേരെ പഠിപ്പിക്കാൻ ഭയങ്കര താല്പര്യവുമാണ്. കുഞ്ഞുങ്ങളോട് പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഇത് വെച്ചിട്ട് ഈ കോഴ്സ് തന്നെ എടുക്കാന്നുള്ള രീതിയിൽ പ്രിഫർ ചെയ്തതാണിത്. നല്ല തീരുമാനമാണ്. ഇവിടെ അല്ലെങ്കിൽ കൊറിയൻ എവിടെ എടുത്താലും നല്ലത് തന്നെയാണ്, നല്ല തീരുമാനം. പിന്നെ മാക്സിമം നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഇതിന്റെ ഓൺലൈനിന്റെ എല്ലാ ആണെന്നുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നില്ല. അതുപോലെ നമ്മൾ ആക്കാനാണ് മാക്സിമം തോന്നുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അംഗൻവാടി ടീച്ചറായി വർക്ക് ചെയ്തതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ലൈവ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞങ്ങളോട് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ആ കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കൂടുതലും. നേരിട്ട് പിള്ളേരുമായിട്ട് എടുക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു. പറ്റുന്ന ലൈവിന് കയറാൻ പറ്റുന്ന സമയങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കയറും. ചിലര് അവര് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും ആ ഒരു ടൈമിൽ ഞങ്ങളെ ഒന്ന്. അങ്ങനെയൊക്കെ പറ്റുന്ന ഏരിയ ആണെങ്കിൽ നോക്കാം. ഡേറ്റ ഓപ്പറേറ്റർ ആകുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? നേവൽ ബേസ് ആയതുകൊണ്ട് അവിടെ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ. ഫോർ യു റെസ്ട്രിക്റ്റഡ് ആണ്, അധികം യൂസ്. ഓക്കെ. ടീച്ചർമാരൊക്കെ ആ ഒരു അവർ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കും അവിടുത്തെ HM പ്രിൻസിപ്പളും ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ അവരൊക്കെ കയറാറുണ്ട്. പിന്നെ ഷോപ്പുകളിൽ നിൽക്കുന്നവര് അവരും ഇതുപോലെ തന്നെ. അപ്പൊ നല്ലൊരു എൻവയോൺമെന്റ് ആണ് അവർക്ക്. അവരെ പ്രൊമോട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ കയറുന്നവരുണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നത് 1 to 2 വരെയാണ്. 1 o'clock to 2 o'clock വരെയാണ് നമുക്ക് ലഞ്ച് ബ്രേക്ക്. അപ്പൊ അതിലെ ടൈം എങ്ങനെയാണ് ഞാനിപ്പോ ടൈം പറഞ്ഞിരിക്കുന്നത്, അത് കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്ലീസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ മാം, ഞാനും ഒരു അബാക്കസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു പാർട്ട് ടൈം ആയിട്ട്. അപ്പം നമ്മളെ ഈ ടൈം ഒക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നമുക്ക് ക്ലാസ് എങ്ങനെയാണ്? എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ Monday to Friday 1:30 അതില് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൺഫർമേഷൻ വരും. അബാക്കസ് അതിന്റെ ടൈം എപ്പോഴും? അത് മാം ചിലപ്പം ഉച്ചക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും. പിന്നെ ശരീരം ക്ലാസ് ഉണ്ടാവും. അപ്പം ഉച്ചക്കുള്ള കേട്ടോ ക്ലാസ്. പിന്നെ ഡിപ്ലോമ Monday to Friday ആണ് നമുക്ക് ക്ലാസ്. സാറ്റർഡേ സൺഡേ ഇല്ല. പിന്നെ PG ഡിപ്ലോമ ഒരുമിച്ചാണ് ക്ലാസ് പോകുന്നത്. നമ്മളുടെ മോഡ്യൂൾ 1ന്റെ 4 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പാർട്ട് 3 ആകാറാവുമ്പോഴേക്കും PGക്കാർക്ക് പാരലലി അതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, PGയുടെ പോർഷൻ. ഓക്കെ മാം. ഹലോ മാം, ഗുഡ് മോർണിംഗ്. മാം, ഞാനിവിടെ UAE നിന്നാണ്. ഞാൻ ആക്ച്വലി ചൈൽഡ് കൗൺസിലർ ആണ്, ഫാമിലി ആൻഡ് ചൈൽഡ് കൗൺസിലർ ആണ്. അപ്പോൾ ഞാനിവിടെ സ്കൂളില്
സ്റ്റുഡന്റ് കൗൺസിലർ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചൈൽഡ് കൗൺസിലിംഗിലാണ് നോക്കുന്നത്. അപ്പൊ എനിക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഇത് ഈ കോഴ്സ് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയുമോ? എങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ, അഫിലിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ജയദേവ് സാറിന്റെ സെഷൻ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പൊ എല്ലാം ആ സമയത്ത് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. പേഴ്സണലി തന്നെ സാറിനോട് ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട്, സാർ ഒരു 2 hours ഒക്കെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് ഉണ്ടാവും. മേ ബി നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ അത് കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും സാർ കയറും. ഞാൻ സാറിനോട് എന്തായാലും സൂചിപ്പിച്ചേക്കാം. പിന്നെ മാം നമ്മള് ഈ 1 year ഡ്യൂറേഷനിൽ നേരിട്ട് അങ്ങനെ ക്ലാസ്സിന് വരണം, അങ്ങനെ എന്തെങ്കിലും വരണം എന്ന് അങ്ങനെ ഉണ്ടോ? കമ്പൽസറി ഉണ്ടോന്നാണോ? അതെ അതെ. ഐശ്വര്യക്ക് ടൈം എങ്ങനെയാ? മീൻസ് നമ്മുടെ ഇവിടുത്തെ 1:30 എന്ന് പറയുമ്പോ ഐശ്വര്യ അവിടെ വർക്കിംഗ് ആണോ ടൈമില്? അല്ല ഞാനിപ്പോ വർക്കിംഗ് അല്ല, എനിക്കൊരു കുഞ്ഞു ബേബി ഉണ്ട്. അപ്പൊ അതിന് നോക്കിയിരിക്കലാണ്. അതുകൊണ്ട് ഇപ്പൊ വർക്കിങ്ങിന് പോകുന്നില്ല. നേരത്തെ വർക്കിംഗ് ആയിരുന്നു. ഇപ്പൊ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. കുഞ്ഞൊന്നും ആയിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് 2 വയസ്സായതേ ഉള്ളൂ. അപ്പൊ അതൊരു ലൈവ് കയറുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഐശ്വര്യ. കാരണം വെച്ചാൽ ഐശ്വര്യ ഞങ്ങൾക്ക് നല്ലൊരു റിസോഴ്സാ. ചൈൽഡ് കൗൺസിലറാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് കുറെ സപ്പോർട്ട് കിട്ടും. കുറെ ക്ലാസ് നമുക്ക് ഐശ്വര്യ അങ്ങ് ഏൽപ്പിക്കാം. സൈക്കോളജി ആക്ച്വലി ഞാനിപ്പോ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇവിടെ UAE നമ്മുടെ സോഷ്യൽ വർക്കറിന്റെ ലൈസൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അതും പ്രോസസിങ്ങിലാണ്. അപ്പൊ എനിക്ക് ലൈവ് ക്ലാസ്സിൽ കയറാനാണ് എനിക്കും ആഗ്രഹം. അപ്പൊ ഞാൻ മാക്സിമം അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം കുഞ്ഞാ ഉറങ്ങുന്ന ഒരു ടൈമും എല്ലാം കയറും. കാരണം ലൈവ് ക്ലാസ്സിൽ കയറുമ്പോ നമുക്ക് റെക്കോർഡ് ക്ലാസ് കാണുമ്പോ അതൊരു റേഡിയോ പോലെയല്ലേ. നിങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ ഇങ്ങനെ റേഡിയോ പോലെ പറയണതല്ല, നിങ്ങൾ പറയുന്നതാണ്. മേ ബി റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്കും അതും ഇഷ്ടമാവും. കുറെ നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴേ. പക്ഷെ അതുപോലെ കുറെ പേര് കൂടെ ഉണ്ടാവും കേട്ടോ. പലരും പല ഫീൽഡിലും അവരുടെ കഴിവ് നല്ല തെളിയിച്ചവർ വേറെയും ഉണ്ടാവും. അപ്പം ഇപ്പൊ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഷൻ ഉണ്ട് നമുക്ക്. അതായത് ഫാബ്രിക് പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ്, ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുക, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ചിലപ്പോ അതിൽ നല്ല പോലെ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ക്ലാസ് അങ്ങ് കൊടുക്കും. അവരന്നത്തെ ദിവസം ക്ലാസ് ലീഡ് ചെയ്യും. ബാക്കിയുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടും. ഞങ്ങള് ഫുൾ ടൈം വന്നിരുന്ന് ഇങ്ങനെ റേഡിയോ പോലെ പറഞ്ഞു. സോ നമ്മൾ ഇന്ററാക്ഷൻ സെഷൻ തന്നെയാണ്. എനിക്കതാണ് താല്പര്യം. ഞാൻ കുറച്ച് സംസാരിക്കുന്നു, നിങ്ങളെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുക. അതെ, താങ്ക് യു മാം, താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടോ? യെസ് പ്ലീസ്. ഹായ് മാം. ഹായ്. മാം, ഞാൻ നേരത്തെ കയറാൻ വേണ്ടിയിട്ട് വേഗം കുട്ടീനെ കുറയ്ക്ക് സെറ്റ് ആക്കി ഇരുത്തി. പക്ഷെ എനിക്ക് കോഡിന്റെ എന്തോ പ്രശ്നം കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല. എനിക്കൊരു കുഞ്ഞു ബേബി ഉണ്ട്, 2 വയസ്സായ ബേബി ഉണ്ട്. പിന്നെ വേഗം ഭക്ഷണം കൊടുത്ത് ഉറക്കി കടത്തി ഉറക്കി. പക്ഷെ എനിക്ക് കയറാൻ പറ്റിയില്ല. 40 മിനിറ്റ് എനിക്ക് വൈകിപ്പോയി. ആണോ? കുറച്ച് മുമ്പായിരിക്കും കയറിയത് അല്ലേ? മാം ഫസ്റ്റ് കയറുന്നത് എനിക്ക് കാണാനോ കേൾക്കാനോ പറ്റിയില്ല. അപ്പൊ എനിക്ക് നാളെ കേൾക്കാൻ പറ്റില്ലേ? തീർച്ചയായും പറ്റും. റെക്കോർഡിംഗ് അണ്ടർ റെക്കോർഡിംഗിലാണിത്. റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. ഓക്കെ, എനിത്തിങ് എൽസ്? ഓരോ ക്ലാസ് വരുമ്പോ ഓരോ ഡൗട്ട്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ PDF ആയിട്ട് ഇട്ടു തരൂ? അത് ഇപ്പൊ എല്ലാരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതന്നെ, അതില് നമ്മള് പ്രിന്റ് എടുത്താ മതിയോ? അതാ ചോദിച്ചത്. PDF വഴി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കത് ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് കിട്ടുന്നതാണോ താല്പര്യം, അതോ പ്രിന്റ് എടുത്ത് വെക്കാനാണോ താല്പര്യം? പ്രിന്റ് എടുക്കാൻ സാമ്പത്തികമായിട്ട് ഇത്തിരി ഒരു പിന്നോക്ക. ഓക്കെ, എനിക്ക് പേരൊന്ന് പറയാമോ? താജുന്നിസ. ഏതാ? താജുന്നിസ. സ്പെല് ചെയ്യാമോ പ്ലീസ്? THAJUNNEES. ഓക്കെ, എവിടെയാ സ്ഥലം? കരുനാഗപ്പള്ളി, കൊല്ലം. കൊല്ലം. ഓക്കെ, ഞാനത് ഇൻഫോം ചെയ്തേക്കാം കേട്ടോ. അത് ചെറിയ മക്കളാണ്. ഇപ്പൊ ഹസ്ബൻഡ് 2 വർഷം മുമ്പേ മരണപ്പെട്ടത്. ക്യാൻസർ ആയിരുന്നു. അപ്പം ഇപ്പൊ ഒരു ജോലി ഒരു അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ MA സോഷ്യോളജി വരെ പഠിച്ചതാണ്. പക്ഷെ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ അതൊക്കെ നിർത്തി. ഇപ്പം ഹസ്ബൻഡ് ഇല്ല. അപ്പൊ ഒരു ജോലി അത്യാവശ്യം ആയതുകൊണ്ടാണ് നമ്മൾ
ഇപ്പൊ TTC BEdനൊന്നും പോവാനുള്ളതില്ല, ചെറിയ മക്കളാണ്. ചെറിയ രണ്ടാമത്തെ മോക്ക് ഇപ്പൊ 3 വയസ്സാവണുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചാൽ നമുക്ക് എങ്ങനെങ്കിലും ഒരു എനിക്ക് KG മനസ്സിലായി. സെക്ഷൻ. അപ്പൊ ഇപ്പൊ വീട്ടില് സപ്പോർട്ടിന് ആരാ ഉള്ളത്? ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ ഉപ്പ ഉമ്മ എല്ലാവരും ഉണ്ട്, ചേട്ടന് ചേട്ടത്തി എല്ലാവരും. ഒക്കെ ഒരു രീതിയിൽ വിഷമിക്കണ്ട കേട്ടോ, നമ്മളുടെ എല്ലാ ഫുൾ സപ്പോർട്ടും ഉണ്ടാവും. പാച്ചിനേഴ്സയ്ക്ക് മെറ്റീരിയൽസ് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. പ്രിന്റ് എടുക്കണ്ട. മെറ്റീരിയൽസ് അപ്പൊ ക്യാഷ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരാം കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ. ക്ലാസ്സിൽ വരുമ്പോ എനിക്കൊന്ന് ഫോൺ നമ്പർ പിന്നീട് തന്നാൽ മതി കേട്ടോ. എനിക്ക് വേണ്ട, ഞാൻ PROയുടെ ഒന്ന് വാങ്ങിച്ചോളാം. ഓക്കെ ഓക്കെ ഫൈൻ. പിന്നെ എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? മാം, എന്റെ പേര് ലിഖിത എന്നാണ്. ലിഖിത പറയും. നമുക്ക് ഡെയിലി നോട്ട്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവില്ലേ? ഞാൻ നോട്ട്സ് തരില്ല. ഓക്കെ, നമ്മളെ ചെയ്യേണ്ടി വരും അല്ലേ? അത് തന്നെ ചെയ്യണം. കാരണം എനിക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം അതിന് വേണ്ടുന്ന റിസോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഒരു ഇന്റലക്ച്വൽ ലെവൽ ഓരോരുത്തരിലും ഡിഫറെന്റ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ ഇത് ക്ലാസ്സിന്റെ ലാസ്റ്റ് നമ്മൾ കുറെ ക്ലാസ് പോയിട്ട് കാണിച്ചു തരാനാണ് വിചാരിച്ചത്. നമ്മുടെ മറിയ മോണ്ടിസോറി ഈ ആക്ടിവിറ്റീസ് എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ ഒരു ബുക്ക്, ഒരു ഓട്ടോബയോഗ്രഫി പോലെയാണ് ഇവിടെ. അതൊരു കോൺട്രിബ്യൂഷൻ ആണ്, നല്ലൊരു കോൺട്രിബ്യൂഷൻ ആണ് ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബുക്ക് ഇപ്പോഴൊന്നും വാങ്ങണമെന്നില്ല, കുറെ കഴിയുമ്പോൾ എല്ലാവരും വാങ്ങുന്നല്ല കേട്ടോ. എനിക്ക് ഇതിനോട് താല്പര്യം നോക്കി ഈ ഒരു ബുക്ക് എനിക്കൊരു അസറ്റ് ആണെന്ന് തോന്നിയാൽ നമുക്കത് വാങ്ങാം. ഇതിലെ കുറെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സോ അതും നമ്മൾക്ക് നല്ലൊരു റെഫറൻസിന് ആലോചിക്കുക. കിട്ടുന്നതെല്ലാം നമ്മൾക്ക് റെഫറൻസേ ഉള്ളൂ. നമ്മൾ എങ്ങനെ അതിനെ മനസ്സിലാക്കി നമ്മൾ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതാണ് കാര്യം. നോട്ട് ചെയ്ത് വെക്കുന്നത് ഭയങ്കര കാര്യമായി കുറേ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടാ. ഈ നമ്മളുടെ കുട്ടികളുടെ പഴയ പുസ്തകത്തിൽ അതൊക്കെ എടുക്കാം. പിന്നെ ഡയറി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. പിന്നെ അസൈൻമെന്റ് ഒക്കെ എടുക്കുന്ന കാര്യം വരുമ്പോൾ എല്ലാവരും ചോദിക്കും അസൈൻമെന്റ് ഷീറ്റ് വാങ്ങണോ, അതിന് പ്രത്യേകം പേപ്പർ വാങ്ങണോ. ഞാൻ ഒരിക്കലും പേപ്പറിൽ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസ് ഷീറ്റ് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ അതുപോലെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മിസ്സാകും. ഫാനിന്റെ കാറ്റിൽ ചിലപ്പോൾ വീടിന്റെ അടിയിലേക്കും അൽമാരിയുടെ അടിയിലേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന മനസ്സിലാകില്ല എങ്ങോടെ പോയി. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഫയൽ ചെയ്യണം. അതൊക്കെ കുറച്ചുകൂടെ കോസ്റ്റ്ലി അല്ലേ. അതിന് പകരം കുഞ്ഞു കുഞ്ഞു നോട്ട്ബുക്കുകൾ, ചെറിയ നോട്ട്ബുക്കുകൾ, അതായത് ഒരു 100-120 പേജിന്റെ ചെറിയ നോട്ട്ബുക്കുകളൊക്കെ അതൊക്കെ മതിയാകും. അതാണ് നമ്മുടെ കയ്യിൽ അങ്ങനെ ഇരിക്കും. ന്യൂസ് പേപ്പർ ആവുമ്പോൾ പേപ്പർ വാങ്ങണം, നല്ല ക്വാളിറ്റി പേപ്പർ മേടിക്കും. അതിങ്ങനെ പറന്നു പോവും, ഇതൊക്കെ കാണാതാകും. ഇങ്ങനെ താഴേക്ക് കിടക്കുമ്പോൾ മറ്റുള്ളവർക്ക് അറിയില്ല ഇത് ആവശ്യമുള്ളതാണോ. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ക്ലാസ്സിലായിട്ട് ടൈം ആകുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. പിന്നെ മാം, വൺ ഡൗട്ട് കൂടി. എനിക്കൊരു 2 months ബേബിയാണുള്ളത്. അപ്പൊ എനിക്ക് എല്ലാ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ് കണ്ടാലും സീനൊന്നും കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ മാം. തന്നെ പറയും റെക്കോർഡ് ക്ലാസ് ഭയങ്കര ബോറാണല്ലോ. ക്ലാസ്സിൽ തന്നെ കേറാതെ തന്നെ പറയും. ടൈം റെക്കോർഡ് ക്ലാസ് എന്തായാലും ക്ലാസ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ 1:30 to 2:30 ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കുഴപ്പമില്ല, ടൈം ഓക്കെ ആണ്. ബട്ട് ബൈ ചാൻസ് ബേബി എഴുന്നേറ്റ് കഴിഞ്ഞുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ ലെഫ്റ്റ് ആവണതിന് കുഴപ്പമുണ്ടാവില്ലല്ലോ? അതൊന്നും പ്രശ്നമില്ല. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ഫൈൻ. എനിത്തിങ് എൽസ്? ഇനി ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു സംശയം. എക്സാം OMRDയിലായിരിക്കും. എക്സാം ഞാൻ കേട്ടില്ല. എക്സാം OMRDയിലായിരിക്കില്ലേ നടത്തുന്നത്? അതായത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത്.
അതായത് ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ ഓരോ 10 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ആ യൂണിറ്റിന്റെ കണ്ടന്റിനനുസരിച്ച് നിങ്ങൾക്ക് ഓൾറെഡി മോക്ക് ടെസ്റ്റ് തരും. അതൊരു ഗൂഗിൾ ഫോം പോലെയാണ്. ക്ലിക്ക് ചെയ്ത് ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടാകും. ഓപ്ഷൻ ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ABCD എന്നുള്ള ഏതാണ് ഓപ്ഷൻ, അത് ആൻസർ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് പോകുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്കോർ, മോക്ക് ടെസ്റ്റിന് അപ്പം തന്നെ സ്കോറുകൾ അതേ മോഡലിലായിരിക്കും നമ്മളുടെ മെയിൻ എക്സാം. ഓക്കെ, പക്ഷെ അതിന് മാത്രം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉടനെ സ്കോർ കാണില്ല. അത് സ്കോർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ റിസൾട്ട് ഔട്ട് ആവുള്ളൂ. അത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എക്സാം എഴുതാറാവുമ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കൽ സംശയം മാറും. MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതോ അതിന് പ്രത്യേകം ഇതുണ്ടോ? അതോ അവിടെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുമോ? അങ്ങനെ ചെയ്യണം? അസൈൻമെന്റ് സബ്മിഷൻ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം പോലെയുണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതെങ്ങനെയാണ് ആ സബ്മിഷൻ, അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾക്ക് ഒരു അവയർനെസ് നിങ്ങൾക്ക് തരും. ഒരു മോക്ക് വീഡിയോ തരും എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. മാം, എൻ്റെ പേര് ഫസീന. മാം, സബ്ജക്റ്റുകൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, പിന്നെ അതർ ലാംഗ്വേജസ് ഹിന്ദി, അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ വരുന്നുണ്ടോ? മോണ്ടിസോറിയിൽ ആകെ ഒരു ലാംഗ്വേജേ ഉള്ളൂ, ദാറ്റ് ഈസ് ഇംഗ്ലീഷ്. ഓൺലി ഇംഗ്ലീഷ് അല്ലേ? ഓക്കെ. ഹായ് മിസ്, എൻ്റെ പേര് ലുദിയ. ഞാൻ കുന്നംകുളത്ത് നിന്നാണ്. മിസ്, എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ 7 സബ്ജക്റ്റ് ആണ്, അങ്ങനെയാണോ വരുന്നത്? പിന്നെ പ്രാക്ടിക്കൽ ബുക്ക് വേറെ അങ്ങനെയാണോ? പ്രാക്ടിക്കൽ ബുക്ക് ആയിട്ടില്ല, പ്രാക്ടിക്കൽ മൊഡ്യൂൾ 3 ആണ്. ഓക്കെ, അത് 3 മോഡ്യൂളും പിന്നെ 4 to 5 ഒരു ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയാണ് വന്നിരിക്കണേ. അത് PG. ഓക്കെ, താങ്ക് യു. അപ്പൊ 2 ബുക്കുകളായിട്ടുണ്ടാവോ? PGക്ക് വേറെ? PGക്ക് മോഡ്യൂൾ 4ഉം 5ഉം കൂടെ ഒരുമിച്ച് ചേർത്ത് ഇതുപോലെ ഒരു ബുക്കാണ്. ഓക്കെ. അത് വരുന്ന സമയത്ത് രണ്ട് ബുക്സും വരില്ലേ? ഇപ്പൊ ലുദിയക്ക് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. ചിലപ്പോ മേ ബി ഓരോരുത്തരുടെ അണ്ടർ പ്രോസസ്സിലായിരിക്കും, അയക്കാനുള്ള ആ ഒരു ഇതിലൊക്കെ ആയിരിക്കും. മിസ്, എനിക്ക് 2 ദിവസം മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാ ബുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 4 to 5 ഒരു ടെക്സ്റ്റ് ബുക്ക്, പിന്നെ 3 മോഡ്യൂൾസ് ഓരോ ബുക്കായിട്ടാണ് കിട്ടിയത്. ഓക്കെ, ഫൈൻ. എന്തെങ്കിലും ഉണ്ടോ? സോ മോസ്റ്റ് പ്രോബ്ലം എന്റെ ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക ആഴ്ചയിൽ ഒരിക്കൽ. അത് ഏത് ഡേ ആണെന്ന് ഞാൻ പറയാം. വിളിക്കുന്നുണ്ട്. ഞാൻ മൺഡേ ആയിരിക്കും നിങ്ങളെ കാണുന്നത്. നെക്സ്റ്റ് മൺഡേ വി ക്യാൻ മീറ്റ്. സോ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യായിരിക്കും. ഇനിയൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലുണ്ടോ? എനി ഡൗട്ട്സ്? നോ മാം. ഓക്കെ. No, ma'am. No, miss. Okay, No, then ma'am. we can meet on Monday. Okay, fine. ഇനിയും കുറെ ഡൗട്ട്സ് ഉണ്ടാവും. എല്ലാം ശരിയാക്കാം. Okay, thank Okay, bye. ഓക്കെ, താങ്ക് യു. you.
നമ്മൾ പറയുമ്പോഴേ